ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ. രാമ 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 രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപ, ഭഗവാന്റെ പ്രസാദം, എല്ലാവർക്കും ശാന്തിയും സമാധാനം, എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ മക്കളുടെയും കമൻസ് ഭഗവാനിൽ അർപ്പിച്ചു. നല്ല കമൻസുകൾ, എപ്പോഴും ഇങ്ങനെ നല്ല കമൻസ്. ഇന്ന് ഞാൻ ഒരു വട്ടം നോക്കാതെ വായിച്ചിടുക മക്കളെ. എനിക്ക് ഇരുന്ന് വായിച്ച് നോക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് നോക്കുമ്പം കിട്ടുന്ന മനസ്സിൽ ഒരു ഓർമ്മ വരത്തില്ല. അത് അപ്പോഴപ്പോഴും കണ്ടത് എന്താ വെച്ചാൽ മനസ്സിലാക്കി പറയാനേ പറ്റുള്ളൂ. ഒരു നേരം വായിക്കാൻ പറ്റിയില്ല, ഒക്കത്തില്ല. അതുകൊണ്ട് എങ്ങനെ ഇന്ന് ഈ 30 ദിവസം ഇത് മുടക്കാതെ ഇടണം എന്നുള്ള ചിന്ത മാത്രമേ ഇപ്പോൾ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് സ്തുതിക്കാം. എല്ലാവരെയും ഭഗവാൻ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇന്ന് എത്രാമത്തെ ദിവസം? കർക്കിടകം 19ാമത്തെ ദിവസമാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ട്. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃതി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് കവികളെല്ലാം സങ്കടപ്പെട്ട് ഒരു ഗുഹയ്ക്കകത്ത് കഴിയും. ഗഹ്വരം എന്താ പരിഭ്രമിക്കാൻ കാരണം? സീതയെ കണ്ടുകിട്ടാതെ 30 ദിവസത്തിന് മുമ്പോട്ട് പോയാൽ വധിക്കുമെന്നാണ് സുഗ്രീവൻ്റെ ആജ്ഞ. അതുകൊണ്ട് ഇവരെല്ലാം വിഷമിച്ച് കഷ്ടപ്പെട്ട് എന്ത് ചെയ്യും എന്നറിയാതെ തണ്ടാരിൽ മാതിനെ കണ്ടില്ല നാം, എന്നുവെച്ചാൽ സീതയെ കണ്ടില്ല, ദശരഥകണ്ഠനെയും കണ്ടുകിട്ടിയില്ല. എന്നാലോ തീഷ്ണദണ്ഡൻ അത്രേ ഈ തുലോ. ഇത് ആരാ? സുഗ്രീവൻ. അത്രത്തോളം ക്രൂരമായി ശിക്ഷിക്കുന്നവനാണ് സുഗ്രീവൻ. അവൻ നമ്മെ നിശ്ചയമായും അവൻ വധിക്കുക തന്നെ ചെയ്യും. വൃദ്ധനായുള്ള ഈ സുഗ്രീവൻ വധിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? നിത്യ ഉപവാസന മൃത്യു ഭവിപ്പത്. അവരിപ്പോൾ എപ്പോഴും എന്താ കണ്ടു കിട്ടാഞ്ഞുകൊണ്ട് അവർ ആ ഗഹ്വരത്തിൽ തന്നെ ഇങ്ങനെ കഴിയുമല്ലയോ. അവിടെ നിത്യവും ഉപവാസന മൃത്യു ഭവിപ്പത്. അങ്ങനെ മരിക്കുന്നെങ്കിൽ മുക്തിക്ക് നല്ലു നമുക്ക് പാർത്തോളം നിത്യം നിരൂപിച്ചങ്ങ് ഉറച്ച് കവികുലം. എല്ലാവരും എന്താ വരട്ടെ, അങ്ങനെ മുക്തിക്ക് വേണ്ടുന്ന ഇത് നല്ലതാണല്ലോ. അങ്ങനെ ദർഭ വിരിച്ച് ആ ഗഹ്വരത്തിനകത്ത് തറയിൽ ഈ പുല്ലുകളുള്ള ദർഭയൊക്കെ വിരിച്ച് എല്ലാവരോടും അങ്ങനെ അവിടെ കിടന്നു. കൽപ്പിച്ചത് ഇങ്ങനെ നമ്മെ നോർത്ത് അവർ വിഷമിച്ച്. നമ്മുടെ കൽപ്പിത ഇങ്ങനെയാണല്ലോ, സുഗ്രീവൻ്റെ അവസാനത്തെ ആജ്ഞയല്ലേ അത്. നിങ്ങൾ 30 ദിവസത്തിനകം വരണം, സീതയെ കണ്ടും കൊണ്ട് വരണം. മുമ്പോട്ട് പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ ഇദ്ദേഹം വധിക്കും എന്നുള്ള വിഷമത്തോடு തന്നെ അവിടെ കഴിയുന്നു. നമുക്ക്
ഇനി സമ്പാദ്യ വാക്യമാണ്. ഈ സമ്പാദ്യം എന്ന് പറഞ്ഞത് ജഡായുവിൻ്റെ സഹോദരനാണ്. അത് വായിച്ചവരും നമുക്ക് മനസ്സിലാകാം. അങ്ങനെ ഇരിക്കെ അവരങ്ങനെ കടന്നപ്പോൾ എന്ത് വന്നു? അപ്പോൾ മഹേന്ദ്ര അചലേന്ദ്ര ഗുഹാന്തരാൽ, ഗുഹയ്ക്കകത്ത് അവർ മഹേന്ദ്ര അചലേന്ദ്രം ആ പർവ്വതത്തിൻ്റെ ഗുഹയ്ക്കകത്ത് ഗൃധ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു. ഗൃധ്രം എന്ന് വെച്ചാൽ ഒരു കഴുകൻ, ഗരുഡനേക്കാളും വളർന്ന വലുതായ വലിയ ജഡായുവിൻ്റെ പർവ്വതം പോലെ ഇരിക്കലായിരുന്നു ജഡായു, പക്ഷി ശ്രേഷ്ഠൻ. അതിൻ്റെ സഹോദരനാ. അപ്പോൾ ഗൃധ്രം പുറത്ത് പതുക്കെ പുറപ്പെട്ടു വന്ന്. എന്താ കാരണം? അദ്ദേഹത്തിന് വിശന്നൊക്കെ ഇരിക്കല്ലേ. ഇവരെ ഈ നോക്കുമ്പം കുറേ കവികൾ ഇങ്ങനെ കിടക്കുന്നു. ഓരോ ദിവസം ഭക്ഷിക്കാമല്ലോ എന്ന് സന്തോഷപൂർവ്വമാണ്. അതിന് പറക്കാൻ പറ്റില്ല, അതിന് ചിറകില്ല. അത് വായിച്ചു വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇപ്പോഴും ഞാൻ പറഞ്ഞു വെക്കുന്നത് അത് ഓർക്കാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് ചിറക് നഷ്ടപ്പെട്ടതെന്ന് നമുക്ക് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ പറഞ്ഞാൽ അപ്പോഴും ഇപ്പോഴും പറയേണ്ടി വരും. വൃദ്ധനായുള്ളൊരു ഗൃധ്രപ്രവരനും വൃദ്ധനായിരുന്നു. പൃഥ്വീധര പ്രവരോ ഉത്തുംഗ ആതപനായി. പൃഥ്വീധരോ പ്രവരോ ഉത്തുംഗ, ആ പർവ്വതത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ആതവശം വിഷമിച്ചിനെ കഴിയാണ്. പൃഥ്വീധര പ്രവരോ ഉത്തുംഗ ആതപനായി ദൃഷ്ട്വാ പരക്കെ കിടക്കും കവികളെ തുഷ്ടിയാ പറഞ്ഞതു. ഗൃദ്ധകുലാധിപൻ സന്തോഷത്തോടെ പുറത്തിങ്ങനെ അയാളുടെ ഗുഹയ്ക്കകത്ത് നോക്കുന്ന, പതുക്കെ പതുക്കെ നിരങ്ങി നമുക്ക് പറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ എന്താ, ഈ ഗൃദ്ധകുലാധിപൻ വെച്ചാൽ ഈ പക്ഷിശ്രേഷ്ഠനാണ്, വലിയ കഴുകനാണ്, ശ്രേഷ്ഠനാണ്. പക്ഷമില്ലാതോരെനിക്ക് ദൈവം ബഹുഭക്ഷണം തന്നത് ഭാഗ്യമല്ലോ ബലാൽ. എനിക്ക് പക്ഷമില്ല, ചിറകില്ല, ഞാൻ എങ്ങനെ പോയി എന്തെങ്കിലും കഴിക്കാൻ എനിക്ക് കിട്ടത്തില്ലല്ലോ. എന്നാൽ ഇവിടെ ഭഗവാൻ എനിക്ക് ഭക്ഷണം തന്നല്ലോ, നിരന്ന് കിടക്കുമല്ലോ. കവി ഓരോ ദിവസവും മുമ്പേ കാണുന്നതിന് മുമ്പേ തിന്നാമല്ലോ. ഇങ്ങനെ സന്തോഷത്തോടെ വന്നു. മുമ്പിൽ പ്രാണഹാനി വരുന്നത് സംപ്രീതി പൂണ്ട് ഭക്ഷിക്കാം അനുദിനം. ഓരോ ദിവസങ്ങളിലും മുമ്പേ പ്രാണഹാനി വരുന്ന ഓരോരുത്തരും മുമ്പേ പ്രാണഹാനി വരുമല്ലോ. അപ്പോൾ ഇവന് കഴിക്കാമല്ലോ. ഗൃധ്രവാക്യം കേട്ട് മർക്കടൗഘം പരിസ്ത്രസ്തരായി അന്യോനും ആശ ചൊല്ലിടിനാൻ. അത് ഈ പക്ഷി പറയുന്നത് ഇങ്ങനെ മനസ്സിൽ പറയുന്നത് പതുക്കെ പറയാൻ കേൾക്കും. ഈ കവികളെല്ലാം ഇത് കേട്ടു, കുറച്ച് പേര് ഇത് കേട്ടു. ഈ പക്ഷി പറഞ്ഞ വാക്യം എനിക്ക് ഭഗവാൻ എന്നൊരു ഭാഗ്യമാണ്, എനിക്ക് ഇങ്ങനെ ഓരോന്നിനെ ഭക്ഷിക്കാമല്ലോ എന്ന് സന്തോഷത്തിൽ പറയുന്നത് ഈ കുരങ്ങന്മാർ കേട്ടു. അപ്പോഴെന്ത് വന്നു? അദ്രീന്ദ്ര തുല്യനായൊരു ഗൃധ്രാധിപൻ, അദ്രീന്ദ്ര തുല്യ, പർവ്വതം പോലെ, ഇതാണ് പർവ്വതമാണ്, അതിന് തുല്യനായ ഗൃധ്രാധിപൻ സത്വരം കൊത്തി വിഴുങ്ങും എല്ലാരെയും. നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതം, ആർക്കും തടുക്കരുതേതുമേ. ഇത് നമ്മുടെ കൽപ്പിതമായിരിക്കും, നമ്മളെല്ലാം ഇനിയിപ്പം ഭക്ഷിക്കും എന്ന് പറഞ്ഞു. ഈ കവികൾ നമ്മളെ ഓരോരുത്തരെ ഇങ്ങനെ കൊത്തി തിന്ന് തീർക്കുമല്ലോ, ഇതെല്ലാം കൽപ്പിതമാണല്ലോ, ഇതിനെ തടുക്കാൻ പറ്റും, നമ്മുടെ വിധിയാണെന്ന് കരുതാം. ഇതിനെ ആരും തടുക്കാൻ പറ്റില്ല, കാരണം അവരെങ്ങോട്ട് പോകും, അവരവിടെ കഴിയുമല്ലോ, രാത്രി കിടന്ന് ഉറങ്ങുമല്ലോ. അതുകൊണ്ട് അവർ ഭയന്ന് ഇങ്ങനെ ചിന്തിച്ചു. നമ്മാൽ ഒരു കാര്യവും കൃതമായില്ല, കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ. നമ്മളെ കൊണ്ട് ഒരു കാര്യവും പറ്റിയില്ലല്ലോ, നമുക്ക് സീതയെ കണ്ടു കിട്ടാൻ പറ്റിയില്ല, നമുക്ക് പോകാമായിരുന്നല്ലോ, ഇത് ഒത്തോണം പോകാൻ പറ്റുമോ? ചെന്നാൽ നമ്മളെ വധിക്കത്തില്ലയോ? എന്ത് ചെയ്യും? ഇവിടെ കഴിഞ്ഞാലേ പറ്റൂ, മരിക്കോളം അവിടെ തന്നെ കഴിഞ്ഞാലല്ലേ പറ്റൂ. രാവണനെയും കാണുന്നില്ല, കർമ്മം ഇവർ വന്ന കർമ്മം അവർക്ക് നടത്താൻ പറ്റുന്നില്ല, എവിടെ പോയി തിരക്കാനാ? അതുകൊണ്ട് കർമ്മദോഷങ്ങൾ പറയാമതെന്തോ, എന്താ പറയാനുള്ളത്? ഈ നമ്മളെ കൊണ്ട് ഒരു കാര്യം ഒത്തില്ലല്ലോ. അതുകൊണ്ട് രാമകാര്യത്തെയും സാധിച്ചതില്ല, നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. അവർ പറഞ്ഞുവിട്ട കാര്യം ഒത്തില്ലല്ലോ. വ്യർത്ഥം ഇവനാൽ മരിക്കെന്ന് വന്നതും എത്രയും പാപികളാക തന്നെ ഭയം. നമ്മൾ പാപികളായതുകൊണ്ടാണ് ഇപ്പം ഇവിടെയും കിടന്നിട്ട് ഇവിടെയും നമുക്ക് മരണഭയമാണ്. കാരണം നമ്മുടെ വധിച്ച് ഓരോരുത്തരെ ഈ ഭക്ഷിക്കുമല്ലോ. നിർമ്മലനായ ധർമാത്മാ ജഡായു തൻ നന്മ ഓർത്തോളം പറയാവതല്ലോ. എന്നാൽ നിർമ്മലനായിരുന്നു ജഡായു, എന്തൊരു ഭക്തനായിരുന്നു. അത് ഓർത്താൽ നമുക്ക് അത് പറയാൻ പറ്റാ, ആ ജഡായുടെ നന്മ നമുക്ക് ഓർത്തോളം പറയാൻ പറ്റും, അത്ര നന്മ. എന്നാൽ ഇവനോ നമ്മളെ ഭക്ഷിക്കുമെന്ന് പറയുന്നു. ഇവർ തങ്ങളി ബന്ധുക്കളാണെന്നൊന്നും ഈ കവികൾക്ക് അറിയില്ല, ഇനി പോകെ അറിയത്തുള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പം തുടങ്ങും. ഇപ്പം ഇവരുടെ മനോഗതം പറഞ്ഞത് ഇപ്പം ഈ പക്ഷി കേട്ടു. കാരണം ജഡായു എന്ന് പേര് കേട്ട്, ജഡായു എത്ര നല്ലവനായിരുന്നു, അവൻ്റെ നന്മ ഓർത്താൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്ര ഗുണവാനായിരുന്നു എന്ന് പറയുമ്പം ജഡായു എന്ന് കേൾക്കുമ്പോൾ ഈ
ഈ പക്ഷിയുടെ പേര് സമ്പാദി എന്നാണ്. അപ്പോൾ അവന് കേട്ടത് തന്നെ ജഡായു അത് എൻ്റെ സഹോദരനാണെന്നൊരു ചിന്ത വരും. അപ്പോൾ ഇങ്ങനെ വർണ്ണിച്ചു ആരെയാ ജഡായുവിനെ വർണ്ണിച്ച് പറഞ്ഞ കവികൾ ഇത്ര നല്ലവനായിരുന്നു, സൽഗുണവനായിരുന്നു, വർണ്ണിപ്പതിൻ്റെ പണികൊണ്ട് അവനുടെ പുണ്യം ഓർത്താൽ മറ്റൊരുത്തർക്ക് കിട്ടുമോ, അവൻ്റെ പുണ്യത്തെപ്പറ്റി പറഞ്ഞാൽ ആർക്കും അവനെ പോലെ ആകാൻ പറ്റുകയില്ല എന്നവർ പറഞ്ഞു. ശ്രീരാമകാര്യാർത്ഥം ആശു മരിച്ചവൻ ചേരുമാറായതു രാമപാദാംബുജേ. ഭഗവാന്റെ കാര്യപ്രകാരമാണല്ലോ മരിച്ചുപോയത്. കാരണം സീതയായിട്ട് രാവണൻ കൊണ്ടുപോയപ്പോൾ യുദ്ധം ചെയ്തില്ലെങ്കിൽ ജഡായുവിന് ഈ വിഷമം ഉണ്ടാവത്തില്ലായിരുന്നു. ചിറക് രാവണൻ ചെയ്ത് ഇന്ദ്രാസ്ത്രം കൊണ്ടാ മറന്നുപോയി, അല്ല എന്തോ ഒരു വജ്രായുധം ഏതാണ്ട് ഒരു അസ്ത്രം കൊണ്ടാണല്ലോ അതിനെ വധിച്ചത്, ചിറക് അറ്റിച്ച് കളഞ്ഞത്. ആ അസ്ത്രത്തിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി, എപ്പോഴെങ്കിലും ഓർമ്മ വരും. അല്ല ഇനി നോക്കാൻ എളുപ്പമാണോ? എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ കാര്യം കൊണ്ടാണല്ലോ പക്ഷിക്ക് അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് പക്ഷി എന്നാകിലും മോക്ഷം ലഭിച്ചതു പക്ഷീന്ദ്ര വാഹനാനുഗ്രഹം വിസ്മയം. അപ്പോൾ പക്ഷീന്ദ്ര വാഹനൻ ആരാണ്? ഭഗവാന്റെ വാഹനം ഗരുഡനാണ്. അപ്പോൾ ഗരുഡൻ്റെ തലവനാണല്ലോ ഈ കഴുകൻ എന്ന് പറഞ്ഞാലും. അപ്പോൾ പക്ഷി എന്നാകിലും മോക്ഷം ഭവിച്ചെന്താ കാരണം? പക്ഷീന്ദ്ര വാഹനാനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം. ഭഗവാൻ ശ്രീരാമനാരാ നാരായണനല്ലേ. അപ്പോൾ പക്ഷിയാണല്ലോ ഭഗവാന്റെ വാഹനം. എന്തായാലും കൊള്ളാതെ വിസ്മയം തന്നെ, അത്ഭുതമായിരിക്കുന്നു എന്ന് ഈ കവികൾ പറയുന്നു. വാനര ഭാഷിതം കേട്ടു സമ്പാദി. കുരങ്ങന്മാർ പറയുന്ന വാക്കുകൾ ഈ സമ്പാദി കേട്ട് ശ്രദ്ധിച്ചു. കാരണം ജഡായു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ സഹോദരൻ്റെ പേരാണല്ലോ ഈ പറയുന്നത്. അവർ തങ്ങളെ പിരിഞ്ഞിട്ട് ഒത്തിരി നാളായി. വാനര ഭാഷിതം, വാനന്മാർ പറഞ്ഞ കാര്യം സമ്പാദി കേട്ടു, ഈ പക്ഷി കേട്ടു. മനസാനന്ദം കലർന്ന് ചോദിച്ചു സന്തോഷത്തോടെ. കാരണം എൻ്റെ സഹോദരൻ്റെ പേര് പറയുന്നത് എനിക്കൊന്ന് അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ പക്ഷി ഈ കവികളോട് ചോദിക്കുന്നത്, സന്തോഷത്തോട് ചോദിക്കുന്നു, കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നത് ആരിന്ന് ജഡായു എന്നിങ്ങനെ. ഇതാരാണ് ഈ ജഡായു? എൻ്റെ ചെവികൾക്ക് പീയൂഷമാണല്ലോ കേട്ടത്. സമാനം എന്താണ്? അമൃതിന് തുല്യമായൊരു വാക്കാണ് ജഡായു എന്ന് കേട്ടപ്പോൾ. കാരണം ഒരു സഹോദരനെ വിട്ടുപിരിഞ്ഞിട്ട് വർഷങ്ങളോളമായിട്ടും ഒരു വിവരവും ഇല്ല, കാത്തുകാത്തിരുന്നിട്ട് ഇപ്പോൾ ഒരു വാക്ക് കേൾക്കുമ്പോൾ എത്രമാത്രം ആനന്ദമാണ് നമുക്ക് തന്നെ അറിയാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഒരു സഹോദരനാണ് വിട്ടുപിരിഞ്ഞ് പോയാൽ കിട്ടുമ്പോഴുള്ള ആനന്ദം ആരായാലും നമ്മളുള്ളവർ. അതുപോലെ ഈ പക്ഷി ചെവിക്ക് ആനന്ദകരമായിരിക്കുന്ന വാക്കുകൾ ഇത് ചൊന്നത് ആര് ഇന്ന് ജഡായു എന്നിങ്ങനെ പറയുന്നത് ആരാ? ഇതിനകത്ത് ഈ കിടക്കുന്ന കവികളിൽ ആരോ പറഞ്ഞല്ലോ, നിങ്ങളാരെന്തു പറയുന്നത് അന്യോന്യം ഇങ്ങു വരുവിൻ ഭയപ്പെടാ ഏതുമേ. നിങ്ങൾ ഭയപ്പെടണ്ട, ഇവർക്ക് ഭയമുണ്ട്, ഇവൻ പിടിച്ച് ഭക്ഷിച്ച് തിന്നണമെന്ന് വിട്ടിട്ട്. അതുകൊണ്ട് ഈ പക്ഷി പറഞ്ഞു, നിങ്ങൾ ഭയക്കാതെ എൻ്റെ അടുക്കലേക്ക് വരൂ. നിങ്ങളാര് എന്ത് പറയുന്നത് അന്യോന്യം നിങ്ങൾ എന്താ തമ്മിൽ പറയുന്നത്? അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടാതെ എൻ്റെ അടുക്കലേക്ക് വരൂ. ഉംബർഗോൻ പൗത്രനും അൻപോടത് കേട്ട് ഈ അങ്കദൻ കേട്ടു. സുഗ്രീവന്റെ ജ്യേഷ്ഠന്റെ മകനാണ് അങ്കദൻ, ബാലിയുടെ. ഈ മകനും ഇവിടെ കിടപ്പുണ്ട്. അപ്പം ഇത് ഉംബർഗോൻ പൗത്രൻ അൻപോട്. ഉംബർഗോൻ പൗത്രൻ വെച്ചാൽ അങ്കദനെയാണ് പറയുന്നത്. അതായത് പിന്നെ എപ്പോഴും ഞാൻ പറയണോ, ഈ ദേവേന്ദ്രൻ്റെ മകനാണ്, അതാണ് പൗത്രൻ എന്ന് പറയുന്നത്. അതാണ് ഉംബർഗോൻ പൗത്രനും അൻപോട് കേട്ട് സമ്പാദി തന്നുടെ മുമ്പിലാമാറി ചെന്ന് അംഭോജലോചനൻ തൻപാദ പങ്കജം സംഭാവ്യൻ സമ്മോദം ഉൾക്കൊണ്ട് ചൊല്ലിനാൻ. സമ്പാദ അടുക്കിലേക്ക് ചെന്ന് പറയുന്നു, സൂര്യകുലജാതനായ ദശരഥ ആര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതു കാനനം താതാജ്ഞയാ പുരാ. അതൊക്കെ ഇനി നമുക്കറിയാമല്ലോ. ഇങ്ങനെ അങ്ങനെ ഈ പക്ഷിക്ക് പറഞ്ഞു കൊടുക്കുക, കാനനത്തിൽ തപസ്സിന് ഇവരെ 3 തവണ വന്നതും രാജാവിൻ്റെ കൽപ്പന പ്രകാരമാണ്, ദശരഥ മഹാരാജൻ്റെ. അത് പറഞ്ഞു. അങ്ങനെ കട്ടുകൊണ്ടിടിനാൻ തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ആ വനത്തിൽ വെച്ച് സീതയെ കട്ടുകൊണ്ട് പോയി രാവണൻ. ഇത് പക്ഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ എത്ര വട്ടം കേട്ടത്, അതുകൊണ്ട് പറയണ്ടല്ലോ. ലക്ഷ്മണനും കമലേഷനും പിരിഞ്ഞ ക്ഷോണിപുത്രി മുറയിട്ടത് കേട്ട്, അതായത് ക്ഷോണി ഭൂമി, ഈ ഭൂമിപുത്രിയായ സീത എൻ്റെ പേര് രാവണൻ കട്ടുകൊണ്ടുപോയി മുറയിട്ട് കരഞ്ഞ് നിലവിളിച്ചല്ലോ. അത് കേട്ടപ്പോൾ തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൽ അക്ഷണദാചരനോട്, അതാ രാവണനോട് ജഡായുവാം. അപ്പം ഈ പക്ഷി ജഡായുവിന് അത്രമാത്രം സ്നേഹമാ ഭഗവാനോട്. ദശരഥ മഹാരാജാവിൻ്റെയും ദാസനായിരുന്നു വനത്തിൽ വരുമ്പോൾ. അതുകൊണ്ട് വധിക്കപ്പെടേണ്ടവനല്ല ഞാൻ, പിതാവിൻ്റെയും ദാസനായിരുന്നു, ഇപ്പം ഭഗവാന്റെയും ദാസനായി കഴിയുക എന്നെല്ലാം പറഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു?
സന്തോഷത്തോടെ ഭക്തനെ അത്രമാത്രം സ്നേഹിച്ച ഒരു ജടായുവാണ്. പക്ഷേ അതുകൊണ്ട് സീതയെ കൊണ്ടുപോകുന്ന സമയം ഈ ജടായു കണ്ടതുകൊണ്ട് രാവണനായിട്ട് യുദ്ധം ചെയ്താണല്ലോ അവനെ തറയിലിട്ടത്. അപ്പോൾ വീണ്ടും വേറൊരു രഥത്തിൽ കയറി പോയാലും ഈ ചുണ്ടും നഖവും കൊണ്ട് അവനെ മാന്തി കീറുന്ന കണ്ടാണ് ചിറകറ്റിച്ച് കളഞ്ഞത്. ഈ വിവരം ഇവർ പറഞ്ഞു കൊടുക്കുക, അംഗദൻ പറഞ്ഞു കൊടുക്കുകയാണ് ഈ സഹോദരനായ സാമ്പാദിയോട്. അങ്ങനെ ലക്ഷ്മണനും കമലേഷനും പിരിഞ്ഞ് ആ ക്ഷോണിപുത്രി മുറയിട്ട്, കാരണം കട്ടുകൊണ്ട് പോയപ്പോൾ കരഞ്ഞ് മുറയിട്ടത് കേട്ട് തലക്ഷണം അപ്പോൾ തന്നെ ചെന്ന് തടുത്തു യുദ്ധം ചെയ്താൻ ആ ക്ഷണതാചരനോട്, ആ രാവണനോട് യുദ്ധം ചെയ്ത് ആരാ ജടായു പക്ഷിപ്രവരൻ. അതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ടാണ് ഇത് അവൻ്റെ വാള്. അങ്ങനെ പക്ഷിപ്രവരൻ അതിനാൽ വലഞ്ഞു. എന്താ പറയുക, പക്ഷി നന്നായിട്ട് യുദ്ധം ചെയ്ത് കൊക്കുകൊണ്ട് ചുണ്ടുകൊണ്ടും നഖം കൊണ്ടും. അപ്പോൾ ആര് വലഞ്ഞു? രക്ഷോവരൻ. ഈ രാവണ വിഷമമായി, രഥമൊക്കെ കുതിര എല്ലാം താഴെ വീണ് ചകടുപിടായിപ്പോയി. അപ്പോഴെന്തുവെന്ന് അവൻ എന്താ ചെയ്യുന്നത്? നിജ ചന്ദ്രഹാസം കൊണ്ട് അവൻ്റെ വാളുകൊണ്ട് പക്ഷവും വെട്ടി അറുത്താൻ അത് നേരം. അങ്ങനെ ജടായുവിൻ്റെ ചിറക് അവൻ വെട്ടിക്കളഞ്ഞു. ഇല്ലെങ്കിൽ എന്തു വരും? വീണ്ടും അവനെ സീതയും കൊണ്ട് പോകാൻ വേറൊരു രഥം അവന് മായാവിയാ വിചാരിച്ചാൽ കിട്ടും. പക്ഷേ വീണ്ടും ഈ ജടായു അവിടെ ചെന്ന് യുദ്ധം ചെയ്യും. അതുകൊണ്ട് എന്ത് വന്ന് പക്ഷിയുടെ ചിറക് ഛേദിച്ച് കളഞ്ഞു ചന്ദ്രഹാസം കൊണ്ട്. ചന്ദ്രഹാസം എന്നാണ് ആ വാളിൻ്റെ പേര്, രാവണൻ്റെ ആയുധം. പക്ഷവും വെട്ടി അറുത്താൻ അതുനേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതല. അപ്പോഴും എന്ത് ചെയ്തു? പക്ഷി ഭൂമിയിലേക്ക് പതിച്ച് വീണ് നിൽക്കാൻ പറ്റത്തുണ്ടോ? നമ്മൾക്ക് അതിന് കാലിന് പകരല്ലേ അതിൻ്റെ ചിറക്, അത് പറന്ന് നിൽക്കണ്ടേ? അപ്പോഴെന്ത് വന്ന് തറയിലേക്ക് വീണു. ഭർത്താവിനെ കണ്ട് വൃത്താന്തമക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യു വരായി എന്ന് അനുഗ്രഹിച്ചാൽ ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തം അറിയിച്ച് രാമസായുജ്യം ലഭിച്ചതു ഭാഗ്യവാൻ. അവൾ ദേവി പറഞ്ഞു, എപ്പോഴെങ്കിലും ശ്രീരാമൻ വന്ന് ഈ വിവരം ഭഗവാനെ അറിയിച്ചിട്ടേ മരണം ഉണ്ടാകൂ എന്നൊരു വരവും കൊണ്ടിട്ട് സീതയെ രാവണൻ കൊണ്ടുപോയത്. അതുകൊണ്ട് രാമനെ കണ്ട് വൃത്താന്തം പറയുവോളം ഈ പക്ഷി ആയുസ് അറാതെ അവിടെ തന്നെ ജീവനോടെ കിടന്നു. പക്ഷേ രാമസായുജ്യം അതുകൊണ്ട് കിട്ടി. ഭഗവാൻ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഭഗവാനിലേക്ക് ലയിച്ചു. അതുകൊണ്ട് അത് ഭാഗ്യവാനാണ്. ഇതൊക്കെ കാര്യങ്ങൾ ഈ സമ്പാദിയായ സഹോദരനോട് പറഞ്ഞു കൊടുക്കുന്നു ഈ അംഗദൻ. അർക്കകുലോത്ഭവനാകിയ രാമനും അർക്കജനോട് അഗ്നിസാക്ഷിയാ മണ്ണം സഖ്യവും ചെയ്തുകൊണ്ടൻ കൊന്നിതു ബാലിയെ. അങ്ങനെ അവർ സഖ്യം ചെയ്ത് ബാലിയെ അങ്ങനെ കൊന്നു. സുഗ്രീവനായിക്കൊണ്ട് രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ അവർ സഖ്യം ചെയ്തുകൊണ്ട്, എല്ലാം പറയാൻ എളുപ്പമുണ്ട്, ഞാൻ ഇങ്ങനെ നമ്മളിതൊക്കെ മുമ്പ് വായിച്ചതും പറഞ്ഞതും. അതുകൊണ്ട് അവർ തങ്ങളിൽ സഖ്യം ചെയ്തു, ബാലിയെ കൊന്ന് സുഗ്രീവ രാജ്യം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞതനുസരിച്ച് ദിക്കുകൾ 4ലും പോകാൻ അയച്ചതു ലക്ഷം കവിവരന്മാരെ ഓരോ ദിശി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോരോ ദിക്കുകളിലേക്ക് ലക്ഷം കവികളെ ഇങ്ങനെ അയച്ചതിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങൾ വന്നത്. ദക്ഷിണ ദിക്കിന് പോകുന്നത് ഞങ്ങൾ ദക്ഷിണ ദിക്കിലേക്ക് വന്നു. കുറേ പേര് മറ്റുള്ള ദിക്കിലേക്ക് പോയി. രക്ഷോവരനെയും കണ്ടതിലെങ്ങുമേ. അങ്ങനെ ഈ രക്ഷോവരനെ, ഈ രാവണനെ ഞങ്ങൾ എങ്ങും നോക്കിയിട്ടും കണ്ടില്ല. 30 നാളിനകത്ത് ചെന്നിടായെങ്കിൽ അപ്പോൾ അവരെ വധിക്കും കവിവരൻ. 30 ദിവസം കണ്ടുപിടിച്ചിട്ട് ചെന്നില്ല എന്നുകൊണ്ട്, കണ്ടുപിടിച്ചാലും പിടിച്ചില്ലെങ്കിലും അവർ ചെന്നേ പറ്റൂ. അതുകൊണ്ട് അതിനകത്ത് ചെന്നില്ലെങ്കിൽ ഞങ്ങളെ വധിക്കും എന്നാണ് അവിടുത്തെ കൽപ്പന. പാതാളം ഉൾപ്പൊക്കു വാസനം പോയതും ഏതും അറിഞ്ഞില്ല ഞങ്ങൾ അതുകൊണ്ട് പാതാളം ഉൾപ്പൊക്കു വാസരം ഞങ്ങൾ അവിടെയെല്ലാം തിരഞ്ഞിട്ടൊന്നും ദിവസങ്ങളിങ്ങനെ വാസനം ഇങ്ങനെ സമയം പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. അതുകൊണ്ട് ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിന് അപ്പോൾ ഭവാനി കണ്ടു കിട്ടിയവല്ല. അപ്പോൾ ഞങ്ങളിവിടെ ദർഭ വിരിച്ചിന് എന്തോ വരട്ടെ, ഇവിടെ കിടന്ന് മരിച്ചാലും സുഗ്രീവൻ്റെ അടുക്കളേക്ക് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ കഴിയാം എന്ന് കരുതി ദർഭ വിരിച്ചിവിടെ കിടന്നപ്പോഴാണ് ഭവാനിയും കണ്ടുകിട്ടി. എങ്ങനെയാ ഈ സമ്പാദിയെ ഇവരെ ഭക്ഷിച്ചു തിന്നാലോ സന്തോഷത വന്നല്ലേ ആ ജടാവിൻ്റെ സഹോദരൻ. അങ്ങനെ ഭവാനി ഞങ്ങളിപ്പോൾ കണ്ടു. ബലാല് ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരണം, എന്തെങ്കിലും വിശേഷം ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണമെന്ന് ഈ സമ്പാദിനടുത്ത് ഈ കവിവരന്മാർ പറഞ്ഞു. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്ന് നീ അറിഞ്ഞിട്ടോ, ഇതാണ് ഞങ്ങളുടെ പരമാർത്ഥം, ഇത് നീ മനസ്സിലാക്കൂ. സമ്പാദി താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂഢമോദം അവനോട് ചൊല്ലിനാൻ. ആരൂഢമോദം അത്രത്തോളം വിഷമം പിടി സന്തോഷത്തോടു തന്നെ ആ സമ്പാദിക്കും സങ്കടം ജടാവിനെ പോലെ തന്നെയാണ്. അത്ര സന്തോഷത്തോടു തന്നെ അംഗദനോട് ചൊല്ലുന്നു. ഇഷ്ടനാം ഭ്രാതാവ് എനിക്ക് ജടായു, ഞാൻ ഒട്ടുനാളുണ്ട് അവനോട് പരിചയം, ഞാൻ എൻ്റെ ഇഷ്ടനായുള്ള എൻ്റെ സഹോദരനായിരുന്നു ഈ ജടായു പക്ഷേ ഒരുപാട് നാളുണ്ടേ അവനെ പിരിഞ്ഞിരിക്കുകയാണ്.
ഇന്ന് അനേകായിരം വത്സരം കൂടി ഞാൻ എന്നോട് സോദരൻ വാർത്ത കേട്ടിട്ടില്ല. ഇന്ന് കുറേ വത്സരം കൂടിയിട്ടാണ് ഇന്ന് എൻ്റെ സോദരൻ്റെ വാർത്ത ഞാനിങ്ങനെ ജടായു എന്ന് കേൾക്കുന്നത്. എന്നുടെ സോദരനായി ഉദകക്രിയയ്ക്ക് എന്നെ എടുത്ത് ജലാന്തികയെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിൻ കർമാദികൾ. അപ്പം മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ഉദകക്രിയ ചെയ്യണോ? സഹോദരനല്ലേ. ഇത്ര നാളും ചെയ്യാൻ അവൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇപ്പം മനസ്സിലായി മരിച്ചു പോയെന്ന്. അതുകൊണ്ട് എന്നെ എടുത്ത് പറക്കാൻ പറ്റില്ല, എന്നെ എടുത്ത് ജലത്തിൻ്റെ ഈ വെള്ളമുള്ളിടത്ത് കൊണ്ടുവന്ന് എന്നെ എടുത്തുകൊണ്ട് ആക്കൂ. എനിക്ക് എൻ്റെ സഹോദരന് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങൾ ചെയ്യിപ്പിൻ കർമാദികൾ എടുത്തുകൊണ്ട് പോയി നിങ്ങൾ എനിക്ക് വേണ്ട ചെയ്തു തരൂ. നിങ്ങൾക്ക് വാക്ക് സഹായം ചെയ്യുവാനാശു ഞാൻ അതിന് പകരം ഞാൻ എൻ്റെ വാക്ക് കൊണ്ട് നിങ്ങൾക്ക് സഹായം ചെയ്തു തരാം. അല്ലാതെ പറക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എൻ്റെ വാക്ക് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ സഹായം ചെയ്തു തരാം. അപ്പോൾ അവനെ എടുത്ത് കവികളും അബ്ധി തീരത്ത് വച്ചിടനാരാധരാൽ സന്തോഷത്തോടെ നദി അബ്ധി സമുദ്രത്തിൻ്റെ എടുത്തുകൊണ്ട് വെച്ചു. തൽസലിലെ കുളിച്ച് അഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായിക്കൊണ്ട് സാദരം സ്വസ്ഥാന ദേശത്തിരുത്തിനാർ. പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ചയം ഇതെല്ലാം ചേട്ട് അവനെ യഥാർത്ഥ സ്ഥാനത്ത് കൊണ്ടുപോയതുപോലെ കൊണ്ടിരുത്തണമല്ലോ. സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നെ വൃത്താന്തം ആശു പറഞ്ഞു തുടങ്ങിനാൻ. അങ്ങനെ സമ്പാദി ജാനകിയുടെ വാർത്ത പറയുവാണ്. തുങ്കമായിടം ത്രികുട അചലോ ഉപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി തത്ര മഹാ അശോകകാനനെ ജാനകി നക്തഞ്ചരി ജനമധ്യേ വസിക്കുന്നു. അതൊക്കെ നമുക്കറിയാം. ലങ്കാപുരിയുടെ മറ്റത്തെ ത്രികുട പർവ്വതത്തിൻ്റെ മുകളിലായി ഒരു ഇതുണ്ട്, ലങ്കാപുരിയുണ്ട്. അവിടെ നക്തഞ്ചരി രാവണയുടെ മധ്യേ ജാനകി വസിക്കുന്നു. മഹാ അശോകത്തിൻ്റെ മുട്ടിൽ ദൂരം 100 യോജനയുണ്ടത്. നേരെ നമുക്ക് കാണാം. ഗൃദ്ധമായത് ഞാൻ പക്ഷിയായതുകൊണ്ട് എനിക്ക് നേരെ കാണാം. ഈ പക്ഷികൾക്ക് അങ്ങനെ ഉണ്ട്. അവർ ഒരുപാട് ഉച്ചാന്തലെ പറന്നു പോയവരാണല്ലോ. അവർക്ക് നേരത്തെ തന്നെ അറിയാം ഇക്കാര്യം. രാവണൻ അവിടെ വസിക്കുന്നതൊക്കെ അവർക്കറിയാം. അവിടെ എല്ലാം പറന്നു പോയവരാ. ഇപ്പം ചിറകറ്റ് കിടക്കുന്നെങ്കിൽ പോലും ആ ഭാഗം എവിടാന്നൊക്കെ ഈ പക്ഷിക്കറിയാം. അവർക്ക് മുകളിലേക്ക് പറക്കാനുള്ള ശേഷമുണ്ട്. അവർക്ക് ഏത് അഗാധമായ പർവ്വതത്തിൻ്റെ മുകളിൽ എന്തൊക്കെ ഉണ്ടെന്ന് അവർക്കറിയാൻ പറ്റും. അതുകൊണ്ട് ദൂരം 100 യോജനയുണ്ടത് നേരെ നമുക്ക് കാണാം. ഗൃദ്ധമാകയാൽ ഈ ഈ കഴുകനായതുകൊണ്ട് സാമർഥ്യം ആർക്കത് ലംഘിപ്പതിന് അവൻ ഭൂമി തനുജയെ കണ്ടുവരും ധ്രുവം. ഇത് സാമർഥ്യം ആർക്കത് ലംഘിപ്പതിന് അവൻ ഭൂമി തനുജയെ കണ്ട് വരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം. ഏതൊരു ജാതിയും പക്ഷവും ഇല്ലമേ. ഇങ്ങനെ ചെയ്തവൻ ആരായാലും അവനെ കൊല്ലണം. രാവണനാൻ യജ്ഞേന നിങ്ങൾ കടക്കണം. ആശ പോയി രത്നാകരം. പിന്നെ വന്നു രഘുത്തമൻ. രാവണൻ തന്നെയും നിഗ്രഹിക്കും. ക്ഷണാലേവം അതിന് വഴി എന്ന് നിർണയം. യജ്ഞേന നിങ്ങൾ നന്നായി പരിശ്രമിക്കണം. നിങ്ങൾ കടക്കണം. ആശു എവിടെയാ? രത്നാകരം. ആ സമുദ്രം കടന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് രാവണനെ തന്നെ നിഗ്രഹിക്കും. രഘുത്തമനെ ചെന്ന് അറിയിക്കുമ്പോൾ ഈ രാവണനെ നിഗ്രഹിക്കും. ക്ഷണാൽ ഏവം അതിന് വഴി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വഴി നമ്മൾ ഉണ്ടാക്കണം. എങ്ങനെയാ? രത്നാകരം ശതയോജന വിസ്തൃതം യജ്ഞേന ചാടിക്കടന്നു ലങ്കാപുരംബുക്ക്. വൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ ഇക്കരെ ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കുക. നാം എന്നൊരുമിച്ച് തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങി. എല്ലാവരും ഒരുമിച്ചെന്ന് അന്യോന്യം അവരുകളെ പറയുവാണ്. എന്തായിട്ട് അങ്കദനാണല്ലോ പ്രധാനി. അതിനകത്ത് പ്രധാനി ഉണ്ടല്ലോ, യുവരാജാവുണ്ടല്ലോ കൂടെ. അപ്പം ഇതെല്ലാം തമ്മിൽ അവർ ആലോചിക്കുക. എങ്ങനെ രത്നാകരം സമുദ്രം കടന്നതെല്ലാം കണ്ടുപിടിക്കണം. അതിനു വേണ്ടുന്ന പോംവഴി അവർ അതാണ് അവർ പറയുന്നത്. ഈ സമ്പാദിയുടെ പൂർവ്വവൃത്താന്തം. എന്താണ് പൂർവ്വവൃത്താന്തം? സഹോദരൻ്റെ കാര്യങ്ങളും അത് എങ്ങനെ പിരിയാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് ഇനി പറയുന്നത്. സമ്പാദി തന്നെ പൂർവ്വവൃത്താന്തങ്ങൾ അൻപോട് വാനരന്മാരോട് ചൊല്ലി ഞാൻ ഈ കവികളോട് പറഞ്ഞു. ഞാനും ജടായുവാം ഭ്രാതാവുമായി മാനീന ദർപ്പിത മാനസന്മാരുമായി, അതെൻ്റെ സഹോദരനായ ജടായുമായിട്ട് ഭ്രാതാവ് എന്ന സഹോദരൻ ആയിട്ട് എന്ത് വന്ന് മാനേന ദർപ്പിത മാനസന്മാർ. എന്താ? അഹങ്കരിച്ച മനസ്സോടെ. അഹങ്കാരം ഒരു സമയത്ത് ഉണ്ടാവില്ല എല്ലാവർക്കും. രക്തത്തിളപ്പ്, മത്സരം, എത്രമാത്രം ഉയരെ പറക്കും, ആർക്കാ ചോണ എന്നൊക്കെ അറിയുന്നൊരു മത്സരം പോലെ. വേഗബലങ്ങൾ, ആർക്കാണ് വേഗത, ബലം ആർക്കാണ് എന്നറിയാം. അവർ സഹോദരന്മാർ തങ്ങളൊരു മത്സരം പോലെ അവരെന്ത് ചെയ്തു? വേഗബലങ്ങൾ പരീക്ഷിപ്പതിന് അതിവേഗം പറഞ്ഞതു മേൽപോട്ട് ഞങ്ങൾ പെട്ടെന്ന് മുകളിലോട്ട് പറന്നു. ആർക്കാണ് വേഗത കൂടുന്നറിയാൻ രണ്ടുപേരുടെ ഇങ്ങനെ പറന്നു. മാർത്താണ്ഡ മണ്ഡല പര്യന്തം ഉൽപ്പതിച്ചാർത്തരായി വന്നു ദിനകര രശ്മിയാൽ. അവർ മാർത്താണ്ഡ മണ്ഡലം, സൂര്യമണ്ഡലം വരെ അവരങ്ങ് പറന്ന്. അപ്പോഴെന്തോന്നു? ആർത്തരായി വന്നു ദിനകര രശ്മിയാൽ. ഭഗവാന്റെ രശ്മി ഏറ്റ് അവർക്ക് വിഷമമുണ്ടായി. തൽക്ഷണി തീയും പിടിച്ചിത് അനുജനു പക്ഷപുടങ്ങളിൽ. അപ്പോൾ അവനെ ഞാൻ, അപ്പോൾ അവൻ്റെ അവൻ ആരാണ്? ഈ ജടായുവിൻ്റെ ഇത് പക്ഷപുടങ്ങൾ, ചിറകിൽ തീ പിടിച്ചു.
കാരണം ഭഗവാന്റെ സൂര്യമണ്ഡലം വരെ പറന്ന അങ്ങനെയല്ലേ, ഒരു ഉച്ചത്തിലങ്ങ് പറന്നു, ഒരു എന്തോ ഒരു അഹങ്കാരം, തിന്നുന്നതിൻ്റെ അഹങ്കാരം എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ ചെറുപ്രായമല്ലേ. അപ്പം അങ്ങനെ തീയും പിടിച്ചത് അനുജനാണ് ഈ ജടായു, സമ്പാദി ജ്യേഷ്ഠൻ. അങ്ങനെ പക്ഷപുടങ്ങളിൽ, പക്ഷം വെച്ചാൽ ചിറക്, പക്ഷപുടങ്ങളിൽ അപ്പോൾ അവനെ ഞാൻ എന്താ തീ പിടിച്ചപ്പോൾ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടുന്ന. അപ്പോഴെന്ത് ചെയ്തു, രക്ഷിക്കാൻ വേണ്ടി ഈ തീയുടെ ഭഗവാന്റെ സൂര്യൻ്റെ രശ്മി ഏക്കാരിക്കാൻ ഇദ്ദേഹത്തിൻ്റെ പിറകെ നിർത്തി, പിറകിലാക്കി. പർവ്വതം പോലെ ഉള്ള പക്ഷിയാണല്ലോ, പിറകിലാക്കുമ്പം കൂടുതൽ കാഠിന്യം, സൂര്യനുള്ള അഭിമുഖം കൂടുതൽ ആർക്ക് കിട്ടും, ജ്യേഷ്ഠന് കിട്ടട്ടെ. അനുജൻ ചെറുക്കൻ്റെ ഇദ്ദേഹത്തിൻ്റെ പിറകിലേക്ക് നിർത്തിക്കളഞ്ഞു. അങ്ങനെ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണത് ഭൂമിയിൽ. അതുകൊണ്ട് എന്തെന്ന് പിന്നെ പുറകിലാക്കിക്കൊണ്ട് അയാൾ ജഡായിൻ്റെ പക്ഷം കരിഞ്ഞില്ല. ഈ ദുഷ്ടനായ രാവണൻ ചേർച്ച് കളഞ്ഞിട്ടാണ് പക്ഷേ ഇല്ലാതെ പോയത്. പക്ഷേ മുമ്പിൽ നിന്നതുകൊണ്ട് മറ്റൊരു അനുജനെ രക്ഷിച്ചുകൊണ്ട് എന്ത് വന്ന് ഈ സമ്പാദിയുടെ പക്ഷം കരിഞ്ഞു പോയി. തീ അഗ്നിയല്ലയോ സൂര്യൻ്റെ ചൂടുകൊണ്ട് കരിഞ്ഞു പോയി. അപ്പോൾ എന്ത്, പക്ഷം കരിഞ്ഞ് ഞാൻ വീണത് ഭൂമിയിൽ താഴേക്ക് വീണു. പക്ഷദ്വയത്തോട് വീണാൻ അനുജനും, 2 പക്ഷത്തോടും കൂടി തന്നെ അനുജനും വീണു. അവന് പക്ഷങ്ങൾ ഉണ്ട്, 2 ദ്വയം, 2 പക്ഷത്തോടും കൂടി തന്നെ അനുജനും കൂടെ വീണ്. എന്നുവെച്ചാൽ ശക്തി പോകത്തില്ലേ, തീയല്ലേ. പക്ഷികൾക്ക് ആശ്രയം പക്ഷമല്ലോ എന്ന്. പക്ഷികൾക്ക് എന്താണ് ആശ്രയം, അവർക്ക് നമുക്ക് കാലില്ലെങ്കിൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ അവർക്ക് പക്ഷമില്ലെങ്കിൽ എന്താണ് അവർക്കുള്ള ആശ്രയം, പിന്നെ മറ്റെന്താ, അവർ തറയിൽ കിടക്കാനല്ലേ പറ്റൂ. പക്ഷികൾക്ക് ആശ്രയം പക്ഷമല്ലോ നിജം വിന്ധ്യ അചലേന്ദ്ര ശിരസി വീണിടിനേൻ അന്ധനായി 3 ദിനം കിടന്നിടന. അപ്പോൾ ഒരു പർവ്വതത്തിൻ്റെ അചലത്തിൻ്റെ മുകളിൽ ശിരസിൽ ഉച്ചാന്തലയിൽ അന്ധനായി 3 ദിവസം കണ്ണ് കാണാമയ്യാതെ കിടന്നു. എന്താ, ഈ ചൂടേറ്റ് കണ്ണ് കാണാമയ്യാതെ അവിടെ കിടന്നു. പ്രാണശേഷത്താൽ ഉണർന്നൊരു നേരത്ത്, പ്രാണനുണ്ട്, പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഉണർന്നൊരു നേരത്ത് കാണായതു ചിറകം കരിഞ്ഞ് ഇങ്ങനെ ദിഗ്ഭ്രമം പൂണ്ട് ദേശങ്ങൾ അറിയാൻ. ഈ ബോധഘട്ടൊക്കെ കിടന്നപ്പം ഇവന് ചിറക് ഇല്ലെന്നൊന്നും അപ്പോഴറിയുന്നില്ല, വന്നങ്ങ് വീണു. ബോധം വീണ് 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്താ, ചിറകില്ല. അപ്പം പ്രാണശേഷത്താൽ ഉണർന്നൊരു നേരത്ത് കാണായതു ചിറകം കരിഞ്ഞ് ഇങ്ങനെ ദിഗ്ഭ്രമം, എവിടാ കിടക്കുന്നെന്നോ ദേശം എവിടാണെന്നോ ഒരു എത്തുമ്പടിയില്ല. ദിക്ക് ഭ്രമം, എവിടാ ഞാൻ കിടക്കുന്നത്, ഞാൻ എവിടെ ഒരു കിഴക്കെവിടാ പടിഞ്ഞാറെവിടാ, ഒരു രക്ഷയില്ല. അങ്ങനെ ദിഗ്ഭ്രമം പൂണ്ട് ദേശങ്ങൾ അറിയാഞ്ഞ് വിഭ്രാന്ത മാനസനായി ഉഴന്ന അങ്ങനെ ചെന്നേൻ നിശാകര താപസൻ തന്നുടെ പുണ്യാശ്രമത്തിന് പൂർണ്ണ ഭാഗ്യോദയാൽ. അപ്പോൾ ഒരു നിശാകര താപസൻ, അത് മുനി വസിക്കുന്ന ആശ്രമത്തിൻ്റെ അടുത്ത് ചെന്നേൻ നിശാകര നിശാരാത്രി, എന്തോലം ആ താപസന്റെ പേരാ നിശാകര താപസൻ. തൻ്റെ ആശ്രമത്തിന് പുണ്യഭാഗ്യോദയാൽ കണ്ടു, അവൻ്റെ ഭാഗ്യം കൊണ്ട് ആ മഹാമുനിയെ കണ്ടു. ചൊല്ലിനാൻ എന്നോട്. അപ്പം മഹാമുനി എന്നോട് പറഞ്ഞു, പണ്ടു കണ്ടുള്ള ഒരറിവ് നിമിത്തമായി എന്ത് സമ്പാദേ വിരൂപനായി വന്നത്. ഞാൻ മുമ്പ് നിന്നെ കണ്ടപ്പോൾ ഇങ്ങനൊന്നും അല്ലല്ലോ, ഇപ്പം എന്താ ഇതിന് വിരൂപമായത്, ചിറകില്ലാത്തതിനാ ചോദിക്കുന്നത്. നേരത്തെ ഈ മഹാമുനി ഇദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്, ഈ പക്ഷിയെ. അതുകൊണ്ട് മഹാമുനി ചോദിക്കുന്നു, പണ്ട് കണ്ടുള്ള ഒരറിവ് നിമിത്തമായി ഞാൻ മുമ്പ് കണ്ടത് വെച്ച് നോക്കുമ്പോൾ എന്ത് സമ്പാദേ വിരൂപനായി വന്നത്, എന്ത് മൂലം, ഇത് ആരാൽ അകപ്പെട്ടത്, ഇത് ആരാ നിന്നെ നീ ചെയ്തത്, ഈ ചിറകില്ല ഇത് വിരൂപമാക്കി വിട്ടത് ആരാ നിന്നെ, എത്രയും ശക്തനായൊരു നിനക്ക് ഇന്ന് ദഗ്ധമാവാൻ എന്ത് പക്ഷം പറക നീ, ഇതെന്താ നീ ഇങ്ങനെ ചിറക് കരിയാനുള്ള കാരണം പറയൂ എന്നതു കേട്ടു ഞാൻ എന്നോട് വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനേൻ. മുനിയോടൊപ്പം എൻ്റെ കാര്യം പറഞ്ഞു. പിന്നെയും കൂപ്പിത്തൊഴുത് ചോദിച്ചതു, സന്നമായി വന്നു ചിറകും ദയാനിധി. അതുകൊണ്ട് പിന്നെയും കൂപ്പിത്തൊഴുത് ചോദിച്ചു, എൻ്റെ ചിറക് നശിച്ചു പോയി എന്ന് പറഞ്ഞു. സന്നമായി വന്നു, നശിച്ചു പോയി ചിറക് ദയാനിധി, എൻ്റെ ചിറകില്ലാതെ പോയി. ജീവനത്തെ ധരിക്കേണ്ട ഉപായം ഇന്ന് എന്നോട് ചൊല്ലിത്തരയണമേ. എൻ്റെ ജീവനത്തെ ഇനി ധരിക്കാൻ, ഇനി ജീവനത്തെ ധരിക്കേണ്ടുന്നതിന് ഇനി എൻ്റെ ജീവിതത്തിന് വേണ്ടി ഇനി എന്താ ഇതിൻ്റെ ഉപായം, എനിക്കിനി ജീവിക്കണമല്ലോ, എനിക്ക് ചിറകില്ലാതെ എങ്ങനെ കഴിയും, അതുകൊണ്ട് ഇനി എന്താ വേണ്ടത് അവിടെ പറയണമേ എന്നത് കേട്ടു ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായി അരുളി ചെയ്തു, സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ, കൃത്യം നിനക്കൊത്തവണ്ണം പുരുഷ നീ, നിനക്ക് ഞാൻ വേണ്ടുന്നത് സത്യമായുള്ളത് നിനക്ക് പറഞ്ഞു തരാം, നീ ഇത് കേൾക്കൂ. ദേഹം നിമിത്തം ഈ ദുഃഖമറിയാൻ നീ, നമുക്ക് ദേഹമാണ് നമുക്ക് ദുഃഖത്തിന് കാരണം. കാരണം അഹങ്കാരം വന്ന്, ദേഹത്തിൻ്റെ അഹങ്കാരമാണ് കാണിച്ചത്, ഇന്ദ്രിയങ്ങളുടെ അഹങ്കാരം, ഞാനെന്ന ഭാവം, നിനക്കാണോ എനിക്കാണോ ചൊണ, അവിടെ അഹങ്കാരം ഉള്ളതുകൊണ്ടാണ് ഇത് വന്നത്. അപ്പോൾ ദേഹം കൊണ്ട് നമ്മളെല്ലാം നശിച്ചു പോകുന്നത്, വേണ്ടാത്ത ചിന്തകൾ എടുത്തു വയ്ക്കുന്ന കാര്യം എല്ലാം നമുക്കറിയാം. വയറ് നിറച്ച ആഹാരത്തിന് മാത്രമല്ല നമുക്കിന്ന്
ഇന്ന് ദേഹത്തിന് വേണ്ടി എത്രയെല്ലാം രീതിയിൽ ഒരുങ്ങുക എന്നുള്ളത്, ഒരുപാട് കാശ് ചിലവാക്കി ഇന്നടത്ത് ഇന്നാരും ഒരുങ്ങി അവനേക്കാൾ നന്നായിട്ട് എനിക്ക് ഒരുങ്ങണം, അല്ലെ അവളെക്കാൾ നന്നായിട്ട് എനിക്ക് ഒരുങ്ങും, ഇങ്ങനെ ദേഹത്തിന് വേണ്ടി ഭ്രമിച്ചോടുന്നു എല്ലാവരും. ഈശ്വരനെ അറിയുന്നുണ്ടോ? അപ്പോൾ അവിടെ വിനയോ എന്തെങ്കിലും ഉണ്ടോ? എന്താ ഉള്ളത്? ഞാൻ, അഹം, എനിക്ക് മറ്റവനേക്കാൾ നന്നാവണം, എനിക്ക് അതിനേക്കാളും വേണം, എനിക്ക് അങ്ങനെ ഇങ്ങനെയുള്ള ഞാനെന്ന ഭാവം. അവിടെ ദേഹം നിമിത്തം ഈ ദുഃഖം അറിയ നീ, ദേഹം ഓർക്കിൽ കർമ്മ സംഭവ നിർണയം. ഈ ദേഹം എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? കർമ്മം കൊണ്ടാണ്. നമുക്ക് കർമ്മം എന്താണ്? നമ്മൾ ചെയ്തു വെക്കുന്ന കർമ്മം ആഗ്രഹമാണ്. കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാകുന്നത്. അതിനാണ് ഭഗവാൻ പറയുന്ന ആഗ്രഹം ഫലം കൂടാതെ, ഫലേച്ഛ കൂടാതെ നിങ്ങൾ കർമ്മം ചെയ്യുക. അതുകൊണ്ട് നമുക്ക് അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഓരോന്നും ആഗ്രഹിച്ച് കർമ്മം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ശരീരം എടുത്ത് വരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് മോചനം കിട്ടിയേനെ. അതുകൊണ്ട് ദേഹമോർക്കിൽ കർമ്മ സംഭവ നിർണയം. ദേഹത്തിലുള്ള ഒരു അഹംബുദ്ധി കൈക്കൊണ്ട് മോഹാത് അഹംകൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. നമുക്ക് ദേഹത്തിലുള്ള അഹങ്കാരം കൊണ്ടാണ് നമ്മുടെ ബുദ്ധി അങ്ങനെ വന്നു പോകണം. എന്താ? അഹങ്കാരം. എനിക്ക് വളരണം, എനിക്ക് വലുതാണ്, എല്ലാവരെക്കാളും എങ്ങനെ? ആത്മീയത്തിലല്ല, ഈ നശിച്ചു പോകുന്ന ഈ ലോകത്തിലെ സുഖത്തിന് വേണ്ടി എല്ലാവരെക്കാളും മെച്ചം എന്ന് ചിന്തിക്കുന്ന അനുസരിച്ച് നമുക്ക് പാപിയായി തീർന്നിരിക്കും, കർമ്മത്തിൻ്റെ ഒരു കൂട്ടമായി തീരും. അതുകൊണ്ട് അഹംകൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ള ഒരു അവിദ്യ ഉത്ഭവ ഉള്ളോന്ന് അഹങ്കാരം ഓർക്കുക നീ. ഈ മിഥ്യയായുള്ള ഒരു അവിദ്യയാണ് ഈ മിഥ്യ. ഈ നശിച്ചതിനെ നമ്മൾ സത്യമാണെന്ന് കരുതുന്ന എന്താ? അവിദ്യ കൊണ്ടാണ്. വിദ്യയുള്ളവർക്ക് ഒരിക്കലും ഈ ലോകം നന്മയുണ്ടെന്ന് നമ്മൾ പറയത്തില്ല. കാരണം ഇത് ജീവിച്ചു പോകാനുള്ള ഒരു ഉപാധി. ഈ പ്രപഞ്ചം നമുക്ക് ജീവിതത്തിന് വേണമല്ലോ, അത്രയേ ഉള്ളൂ. ഇതിനെ നമ്പിയിട്ട് ഒരു കാര്യമില്ല. ഇത് നിലനിൽക്കുന്നതല്ല. ഇത് അറിവുള്ള ജ്ഞാനികൾ അറിയും, വിദ്വാൻമാർ മനസ്സിലാക്കും. പക്ഷേ അറിവില്ലാത്തവർ എന്ത് ചെയ്യും? ഇതാണ് പരമസുഖം, നമ്മളെ ദേഹമാണ് ഞാൻ, എനിക്ക് എല്ലാവർക്കും മെച്ചമാകണം, നശിച്ചു പോകണമെന്ന് അവർ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് മിഥ്യയായുള്ളൊരു അവിദ്യ സമുത്ഭവം വസ്തുവായുള്ള അഹങ്കാരം ഓർക്ക്. ഇതാണ് നമ്മുടെ അഹങ്കാരം. ചിച്ഛായയോട് സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരായ പിണ്ടവത്സത. അതായത് ഞാനാണ് ദേഹം, അതാണ് ഈ മിഥ്യ. ഇത് നിത്യമല്ലാത്തതാണ് നമ്മുടെ ദേഹം. ഇപ്പം തന്നെ ഞാനിവിടെ നടുവൊക്കെ ഇവിടെ കെട്ടിക്കൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ വയസ്സ് 72 അറിവുള്ളതുകൊണ്ട് എനിക്കറിയാം ഇതിങ്ങനെയാണെന്ന്. ഇത് നമ്മുടെ കർമ്മവാസനയാണ്. എനിക്ക് ചിന്തിക്കാൻ കഴിവുണ്ടാകും, എനിക്ക് വിഷമമില്ല. അതേസമയം വിഷമമുള്ളതാണെങ്കിലോ, അയ്യോ എനിക്ക് വേദനിക്കുന്നേ, എനിക്ക് ആശുപത്രി പോണേ, എന്നെ കൊണ്ടുപോയേ, അവിടെ പോയി ഇവിടെ പോയി, എൻ്റെ മക്കളും മരുമക്കളൊക്കെ എപ്പോഴും പറയും എന്നെ അമ്മേ ആശുപത്രി പോകാമേ. ഞാനും വിചാരിക്കും പിന്നെ ആവട്ടെ അത്രത്തോളം ആവണേ പോവാൻ. ഇത്രയാണ് ഞാൻ. എന്തായിരിക്കും? ഭയമില്ല, മരിക്കാൻ ഭയമില്ല. ഈശ്വരനറിയാൻ ഒന്നും തന്നെ വരത്തില്ല. വന്നാൽ എന്താണ് ഫലം? നമ്മുടെ കർമ്മവാസന. എനിക്ക് സമാധാനിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഞാൻ ആനന്ദം അതിലും അനുഭവിക്കുന്നു. വയ്യായ്മയിലും ഞാൻ ആനന്ദം അനുഭവിക്കുന്നത്. കാരണം ഈശ്വരനെ അറിഞ്ഞാൽ അങ്ങനെയാണ്. വേദനയോ വിഷമോ ഭയവും ഇല്ല. ഭയം വരുന്നതാണ് നമുക്ക് ആപത്ത് കൂടുന്നത്. വേദന കൂടും ഭയം ഉണ്ടെങ്കിൽ. ഭയക്കാതിരിക്കണമെങ്കിൽ നമ്മളെ കർമ്മവാസന കൊണ്ട് നമ്മൾക്ക് കർമ്മങ്ങൾ ചെയ്തതെല്ലാം നമുക്ക് വന്നു ചേരും. ഇത് വേദനിക്കേണ്ട സമയത്ത് വേദനിക്കണം. പക്ഷേ ആശ്വാസം എങ്ങനെ കിട്ടും? നമ്മൾ ആനന്ദത്തിൽ നിറയുമ്പോൾ നമുക്ക് വേദന കുറഞ്ഞിരിക്കും. അതുകൊണ്ട് ഇതൊക്കെ പറയാൻ പറ്റുന്നു. അതേസമയം ഈ ആത്മീയമായ നിറവ് എനിക്ക് ഇല്ലെങ്കിൽ വേദനിച്ചോണ്ടൊരു സ്ഥലത്ത് അയ്യോ മറുകടന്നു. ഇതാണ് സാധാരണ ജനങ്ങൾ. അതാകാതിരിക്കാനാണ് നിങ്ങൾ ദൈവത്തെ അറിയൂ, ഭക്തിപരമായിരിക്കൂ. നമുക്ക് കർമ്മവാസന കൊണ്ട് നമുക്ക് ആപത്തുകൾ എപ്പോഴും ഭഗവാൻ ആപത്തില്ലേ? ഭൂമിയിൽ ജനനം എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ ഉള്ളതാണ്. എന്താ കാരണം? നമ്മൾക്ക് കർമ്മവാസന, കർമ്മസിദ്ധാന്തം, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലാണ് നമ്മൾ ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് വസ്തുവായുള്ള ഒരു അഹങ്കാരം ഓർക്കുന്നത്. ഇതൊക്കെ എന്താണ്? മിഥ്യയായുള്ള അവിദ്യ സമുത്ഭവ വസ്തുവായുള്ള അഹങ്കാരം ഓർക്കന്നി. ഛായയോട് സംയുക്തമായി വർത്തതേ തപ്തമായുള്ളൊരു അയപ്പിണ്ടവത്സത. ഇതൊക്കെ ഞാനാണ് ദേഹം, നമ്മുടെ പിണ്ടം, ഈ ദേഹം ഞാനാണെന്ന് കരുതുന്നു. അതേസമയം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഞാൻ എന്നുള്ള ഒരു പരബ്രഹ്മമുണ്ട്, ഒരു പരമാത്മാവുണ്ട്. അത് വസിക്കുന്ന ക്ഷേത്രമാണ് ഈ ദേഹം. അതുകൊണ്ട് ദേഹത്തെ ഒരിക്കലും അത് മിഥ്യയാണ്, സത്യമല്ല, സത്യമായതൊന്ന് ഈ ഉള്ളിലുണ്ട്, അതാണ് സത്യം എന്ന് ആര് തിരിച്ചറിയുന്നു? അവർക്ക് അറിയാം ഈ ലോകത്തിലുള്ള ഇതെല്ലാം നമുക്ക് ജനനമെടുത്താൽ ഇതെല്ലാം നമുക്ക് അനുഭവമാണ്. ഇവിടെ ഒന്നും മാറ്റിക്കാകത്തില്ല. നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ ആഗ്രഹത്തിൽ, അതിനുവേണ്ടിയാണ് നമ്മൾ ശരീരം എടുക്കുന്നത്. ഈ ദേഹം അങ്ങനെ ഉണ്ടാകുന്നതല്ലേ, ദേഹം ഉണ്ടാവില്ല. പഞ്ചഭൂത നിർമ്മിതമായി ദേഹം നമ്മൾ എടുക്കണമെങ്കിൽ നമ്മുടെ കർമ്മത്തിൻ്റെ വാസന കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇവിടെ ജനിക്കേണ്ട കാര്യം ഇല്ലല്ലോ. അതുകൊണ്ട് തപ്തമായുള്ളൊരു അയപ്പിണ്ടവത്സത തേന ദേഹത്തിന് താതാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു. ദേഹോഹം എന്നുള്ള ബുദ്ധി ഉണ്ടായി വരും ആഹന്ത നൂനം ആത്മാവിന് മായയാ ദേഹോഹം അദ്ദൈവ കർത്താഹം.
അതായത് നമുക്ക് ഈ ആത്മാവിന് ഉള്ളിൽ വസിക്കുന്ന ആത്മാവിൻ്റെ പുറത്തുള്ളൊരു ചട്ടക്കൂടാണ് നമ്മുടെ ഈ ദേഹം, ദേഹോഹം. ഈ ദേഹം അഹമാണെന്നാണ് ചിന്തിക്കുന്ന തെറ്റാണ്. നമുക്ക് ദേഹമല്ല ഞാൻ എന്നുള്ളത് വസ്തു ഉള്ളിലെ പരബ്രഹ്മമായ ജീവചൈതന്യമാണ്. അതിനെ വഹിക്കുന്ന ഒരു കൂടാരമാണ് ഈ ദേഹം. അത് കർമ്മകർത്താഹ, നമ്മുടെ കർമ്മങ്ങളുടെ ഫലം കൊണ്ടാണ് ആ കർത്തത്വം നമ്മൾ എടുക്കുന്നത്. നമ്മളിതിൻ്റെ കർമ്മം എന്ത് ചെയ്ത് വച്ചു അതിനനുസരിച്ചാണ് നമ്മുടെ ദേഹം എടുക്കുന്നത്. കർമ്മകർത്ത അഹം ഇത്യാഹന്ത സങ്കല്പ സർവ്വത ജീവനും കർമ്മങ്ങൾ ചെയ്ത് ഫലങ്ങളാൽ ബദ്ധനായി സമൂഹം ആർന്ന് ജനന മരണമാ. നമുക്ക് കർമ്മങ്ങൾ ചെയ്തിട്ടാണ് അതിന് ഫലം ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇപ്പം തന്നെ ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്താൽ അത് എനിക്ക് ഇന്നത് കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും, ഇന്ന വർക്ക് ചെയ്താൽ എന്ന് നമ്മൾ അതിന് ആഗ്രഹിച്ചോണ്ട് ചെയ്താൽ നമ്മൾ കർമ്മം അതിൻ്റെ അവിടെ ആ ഫലത്തിന് വേണ്ടി ശരീരം എടുക്കണം. ഇപ്പം മരിച്ചാലും ശരീരം പോയാലും വീണ്ടും ഒരു ശരീരം എടുത്ത് അതിൽ കർമ്മം ചെയ്യാൻ വേണ്ടി വരണം, അതിൻ്റെ ഫലം അനുഭവിക്കാൻ. അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്ത് ഫലങ്ങളാൽ ബദ്ധനായി സമൂഹമാർന്ന്, അത് ബദ്ധനാണ് നമ്മൾ, അതാണ് ബന്ധനം. ആ കർമ്മത്തിൻ്റെ ഫലത്തിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ജനന മരണങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ജനിക്കേണ്ടി വരത്തില്ലല്ലോ. സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ച് ഹംസപദങ്ങൾ മറന്ന് ചമയുന്നു നമ്മൾ. അതുകൊണ്ട് എന്ത് വരുന്നു? സംസാര സൗഖ്യമാണ് ദുഃഖാദികൾക്ക്. നമ്മൾക്ക് സൗഖ്യ ദുഃഖം എല്ലാവരും വിചാരിക്കുന്ന ഈ ലോകമാണ്, ഈ സംസാരമാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞതാണെന്ന് അറിയാതെ കണ്ട് ഹംസപദങ്ങൾ മറന്ന് ചമയുന്നു. നമുക്ക് സാധാരണക്കാരായ ജനങ്ങൾ ഈ ലോകം മിഥ്യയല്ല എന്ന് കരുതി ഇതാണ് യഥാർത്ഥം എന്ന് കരുതിയിട്ട് നമ്മൾ ഇവിടെ തന്നെ കഴിഞ്ഞുകൂടി പലതും ചെയ്ത് കർമ്മങ്ങളുടെ വാസന കൂട്ടി വെച്ചിട്ട് എന്ത് അറിയുന്നില്ല. ഹംസ പദങ്ങൾ എന്താ? മോക്ഷമാർഗങ്ങൾ, പരമാത്മാവിനെ അറിയുന്ന മാർഗങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നു, മറന്ന് ചമയുന്നു. എന്താ മറന്ന് ചമയുന്നു? നമ്മൾ ഈ ലോകമാണ് യഥാർത്ഥം, നമ്മുടെ ദേഹമാണ് ഞാനേ. അങ്ങനെ യഥാർത്ഥത്തെ വിദ്യ ഇല്ലാതെ അവിദ്യ മിഥ്യയായി കഴിഞ്ഞുകൂടുന്നത് കൊണ്ട് നമ്മളിങ്ങനെ ഭഗവാനെ ഹംസ പദങ്ങൾ മറന്ന് ചമയുന്നു, മറന്നു പോകുന്നു. ഈശ്വരനെ അറിയാനുള്ള വഴി നമുക്ക് കിട്ടുന്നില്ല. കാരണം നമ്മൾ മതിമറന്ന് ഞാനെന്ന് പറയുന്നത് ദേഹമാണെന്ന് കരുതി ഈ ലോകത്തിൽ കിടന്നിങ്ങനെ ഉഴലുക. ഇതാണ് സുഖവും ദുഃഖവും, ഇതൊക്കെയാണ് സുഖം എന്ന് മാത്രം അറിയുന്നു. അറിവ് വന്ന വിദ്യ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് കരകയറാൻ പറ്റൂ. അതുകൊണ്ട് മേൽപോട്ടും ആശത്ത് കീഴ്പോട്ടും ഭ്രമിച്ച് അത് താല്പര്യവാൻ പുണ്യപാപാത്മക ഈ സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തതിന് വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ച് വസിക്കണം. സ്വർഗം ഗമിച്ചെന്ന് കൽപ്പിച്ചിരിക്കവേ മൃത്യുഭവിച്ച് സുഖിച്ചു വാഴും വിധവും ഉത്തമാംഗം കൊള്ള വീഴും അധോഭൂവി. അപ്പം നമ്മൾ എന്തുവാ ഇന്ന് ഒരുപാട് പേര് ഇങ്ങനെയാണ്, മേൽപോട്ടും ആശ കീഴ്പോട്ടും ഭ്രമിച്ച് അത് താല്പര്യത്തോടുകൂടി പുണ്യപാപാത്മകൈ സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ. ഇന്ന് ഒരുപാട് പേര് ധനം കൊണ്ട് ഞാൻ ദാനം ചെയ്തു, ഇത്ര പേർക്ക് ഞാൻ കഞ്ഞിസദ്യ നടത്തി, ഇന്നവർക്ക് ഇത്ര പേർക്ക് ഞാൻ വസ്ത്രദാനം ചെയ്തു, ഇത്ര പേർക്ക് ഞാൻ വീട് വെച്ച് കൊടുത്തു, എനിക്കിനി മഹാഭാഗ്യമാണ്, ഞാൻ പുണ്യവാനാണെന്നൊക്കെ തന്നെ കരുതി ഇങ്ങനെ ഇരിക്കും. ഉള്ളവരെ ചിലർ ഇങ്ങനെയാണ്, എന്താ എനിക്ക് സ്വർഗത്തിൽ നിന്നാൽ ഒരുപാട് ഇതിനേക്കാൾ സുഖം അനുഭവിക്കാമെന്ന് പറയാൻ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ പരമാത്മനെ അറിയുന്നില്ല. അവർ കർമ്മങ്ങളിങ്ങനെ ചെയ്യുന്നു. ഒരുപാട് ഒരു ദാനധർമ്മം ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഭഗവാനെ അറിയണമെങ്കിൽ സാക്ഷാത്കാരം നേടുക തന്നെ ചെയ്യണം. ഈശ്വരൻ്റെ ഭക്തിപരമായി ഈശ്വരനെ അറിയുക തന്നെ ചെയ്യണം. ഈശ്വരൻ്റെ പ്രേമമാകുന്ന ഭക്തിയിൽ കൂടി മാത്രമേ നമുക്ക് കർമ്മങ്ങൾ അവസാനിക്കത്തുള്ളൂ. കർമ്മവാസന ഇവിടെ ഓരോ ചെയ്യുന്ന എന്താണ്? ഒരുപാട് ധനം വാരിക്കൂട്ട് എനിക്ക് സ്വർഗത്ത് അടുത്ത ഒരുപാട് ഇതിനേക്കാൾ പുണ്യവാനായിട്ട് ഇനി വരും കാലങ്ങളിൽ ജീവിക്കണം, സുഖം വേണം എന്ന് കരുതി അവർ നന്നായി ദാനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന എത്രയും പുണ്യങ്ങൾ ചെയ്തതിന് വളരെ ഞാൻ പുണ്യങ്ങൾ ചെയ്ത് ഞാനെന്ന ഭാവം വിത്ത അനുരൂപണം. വിത്തം കൊണ്ടും യജ്ഞദാനാദികൾ കൊണ്ടും ഇന്ന് അമ്പലത്തിലൊക്കെ വഴിപാടിനൊക്കെ എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ചിലവഴിക്കും. ഞാൻ ദാനധർമ്മം ചെയ്യുന്നവനാണേ. അങ്ങനെ ചെയ്തിട്ട് ദുർഗതി നീക്കി സുഖിച്ച് വസിക്കണം. എനിക്ക് ഈ ദുർഗതിയൊക്കെ പോക്കണം, അങ്ങനെ വസിക്കണം എന്ന് പരിധി ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് സ്വർഗം ഗമിക്കുമെന്ന് കരുതി എനിക്ക് ഇത്രയൊക്കെ ചെയ്താൽ, ദാനങ്ങൾ ചെയ്താൽ എനിക്ക് ഇവിടെയുള്ള എല്ലാവരും ചെയ്തതിനേക്കാളും സുഖമായിട്ട് എനിക്ക് ഇനിയും കഴിയാമല്ലോ, സ്വർഗം ഗമിച്ചെന്ന് കൽപ്പിച്ചിരിക്കും, ധരിച്ചങ്ങിരിക്കും. ഇരിച്ചിട്ട് അങ്ങനെ മൃത്യു ഭവിച്ച് എന്ത് വരും? സുഖിച്ചങ്ങനെ വാഴും. എങ്ങനെ വാഴും? ഉത്തമാംഗം കൊള്ള വീഴും അധോഭൂവി. അങ്ങനെ ഇവർ ചിന്തിക്കും, എനിക്ക് സ്വർഗം കിട്ടും, ഞാൻ ഇത്ര യജ്ഞങ്ങൾ ചെയ്തു, ഞാൻ ഇത്ര ദാനധർമ്മം ചെയ്തു, എനിക്ക് എല്ലാവരെക്കാളും മെച്ചപ്പെട്ട സ്വർഗത്തിൽ എനിക്ക് വസിക്കാം. ഇങ്ങനെയെല്ലാം ഭവിച്ച് മരണം ഭവിക്കുമ്പോൾ ഇങ്ങനെ സുഖിച്ചു വാണങ്ങനെ ഇരിക്കുമല്ലോ. ഉത്തമാംഗം കൊള്ള വീഴും അധോഭൂവി. അങ്ങനെ ഇരിക്കുകയും ചെയ്യും. പെട്ടെന്നാണ് അവിടെ ഉത്തമാംഗം
തലകുത്തി താഴേക്ക് അതോ ഭൂമിങ്ങി വീഴും. എന്താ കാരണം? പുണ്യം ഒടുങ്ങിയാൽ ഇന്ദുതൻ മണ്ഡലേ ചെന്ന് പതിച്ചു നീഹാര സമേതനായി ഭൂമവ് പതിക്കും. ഈ പുണ്യം അവർ ഒത്തിരി പുണ്യങ്ങൾ ചെയ്ത് ദാനധർമ്മങ്ങൾ ചെയ്ത്, പക്ഷെ അതിൻ്റെ ഫലം എന്താണ്? അവർ സ്വർഗത്ത് പോയി കുറേയൊക്കെ അവർ അനുഭവിക്കും, നന്മ അനുഭവിക്കും. അനുഭവിച്ചിട്ട് ആ പുണ്യം തീരുമ്പോൾ എന്ത് വരും? താഴേക്ക് പതിക്കും. എങ്ങനെ പതിക്കും? ഇന്ദുതൻ മണ്ഡലേ ചന്ദ്രമണ്ഡലത്തിലേക്ക് വന്ന് പതിച്ചിട്ട് എന്തോ ഒരു നീഹാര സമയത്തിന് അവിടുന്ന് കുറേ മഞ്ഞും കൊണ്ട് മഞ്ഞിനോടൊപ്പം അവർ പിന്നെ എവിടേക്ക് പോകും? ഭൂമവ് പതിക്കും, ഭൂമിയിലേക്ക് പതിക്കും. തലയും കുത്തി താഴേക്ക് വീഴെന്താ കാരണം? ഈശ്വരനെ അറിഞ്ഞില്ല. അവർ ദാനധർമ്മങ്ങൾ ചെയ്ത് എനിക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിതം വേണം, എനിക്ക് സ്വർഗ്ഗം അനുഭവിക്കണം, സ്വർഗ്ഗലോകത്ത് പോകണം, അത് വേണം, ഇത് വേണം, എനിക്ക് ദേവന്മാരെ പോലെ കഴിയണം, ഇതാണ് അവരുടെ ആഗ്രഹം. ഈ ആഗ്രഹത്തിൽ കാണാൻ അവർ അത് ഈ ദാനധർമ്മങ്ങൾ ചെയ്തത്. അതല്ലേ ഭഗവാൻ പറയുന്നത്, ഒരു കൈ ചെയ്യുന്ന ദാനം മറ്റേ കൈ അറിയരുതെന്ന് പറയുന്നത്. നമ്മൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല, നമുക്ക് അങ്ങനൊന്നും അറിയത്തില്ല. നമ്മൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുക, നമ്മൾ ഫലം ആഗ്രഹിക്കാതെ. ഇതെന്താ ആഗ്രഹിക്കുന്നേ? ഈ ഉള്ളവർ എല്ലാവരും ഞാൻ ഇത്ര കരിയെടുത്ത് ഇന്നടുത്ത അമ്പലത്തിലോ അല്ലെങ്കിൽ മറ്റെന്തിനോ ഞാൻ ദാനം ചെയ്തു, അല്ലെങ്കിൽ ഇത്ര വീട് ഞാൻ വെച്ചു കൊടുത്തു, ജനങ്ങളെല്ലാം അറിഞ്ഞു, ഞാൻ ഇത്രയും പുണ്യ എന്നെ പോലെ ആരാ ചെയ്തത്? പക്ഷെ അവരുടെ ഉള്ളത്തിൽ എന്താ കാരണം? ഞാൻ ചെയ്തു. അപ്പോൾ എന്തിനു വേണ്ടി ചെയ്തു? സ്വർഗം കിട്ടാൻ ചെയ്തു. അപ്പം ഫലം ആഗ്രഹിച്ചതല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ അവർ ആ ആഗ്രഹം അത് ചെയ്ത പുണ്യം തീരുമ്പോൾ അവർക്ക് ഭൂമിയിലേക്ക് വരണ്ടേ? ഈശ്വരങ്ങളിലേക്ക് പോയോ അവർ? ഈശ്വരങ്ങളിലേക്ക് പോകാൻ ഒരു ദാനവും ചെയ്യണ്ട, ഒരു യജ്ഞവും ചെയ്യണ്ട. പ്രേമമാകുന്ന ഭക്തി നമുക്ക് ഉണ്ടെങ്കിൽ ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷെ ഉണ്ടത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കേണ്ട. ഇല്ലാത്ത പാവപ്പെട്ട എന്തോ പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം. ആർക്കാണ് വിശപ്പ്, ആർക്കാണ് വേദന, ആത്മീയമായ വിശപ്പ് അവർക്ക് കൊടുക്കണം. ശരീരത്തിന് വിശപ്പ് ആർക്കാണ് അവർക്ക് കൊടുക്കണം. ഉണ്ടെങ്കിൽ മതി. അത് ഒരു പുണ്യത്തിനും അവകാശത്തിനല്ല. നമുക്ക് ഭഗവാനിൽ ചേരുക, ഭഗവാനോടുള്ള ലയിക്കുക, ആത്മാനന്ദം അനുഭവിക്കുക. ഈശ്വരൻ പരമാനന്ദമാണ്. ആ അനുഭൂതി നമുക്കുണ്ടാകണം. ഇത് മാത്രം ചിന്തിച്ചാൽ നമുക്ക് എന്ത് വരും? ഫലം ആഗ്രഹിക്കാതെ എന്തും ചെയ്യണം. അപ്പോഴാണ് നമുക്ക് തലയും കുത്തി താഴേക്ക് വീഴണ്ട, അതോ പോയി വേണ്ട, പരമാത്മ ലയിച്ച് മോക്ഷപ്രാപ്തി കിട്ടും. അതുകൊണ്ട് ഇവിടെ എത്രമാത്രം ദാനം ചെയ്തിട്ടുള്ള കാര്യം ഉണ്ടായോ? അതുകൊണ്ട് ഉത്തമാംഗം കൊള്ള വീഴും അധോ ഭൂയി, താഴേക്ക് പതിച്ചു. പുണ്യം ഒടുങ്ങിയാൽ എന്ത് വരും? എങ്ങനെയാ? സ്വർഗത്തിൽ നിന്ന് ഇതെല്ലാം അനുഭവിച്ച് ചെയ്ത പുണ്യങ്ങൾ ദാനം ചെയ്യുന്ന ഫലം കൊണ്ട് കുറച്ച് നാൾ സന്തോഷമായിട്ട് കഴിഞ്ഞിട്ട് താഴേക്ക് വന്നിട്ട് ചന്ദ്രമണ്ഡലത്തിൽ വന്നിട്ട് അവിടുന്ന് നീഹാര സമേതനായി മഞ്ഞിനോടൊപ്പം തന്നെ ഭൂമിയിലോട്ട് പതിച്ചിട്ട് ശാല്യാദികളായി ഭവിച്ച് ആമോദം ഉൾക്കൊണ്ട് വാഴും ചിരതരം. അതായത് ധാന്യാദികളായി തീരും ആദ്യം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ സദൃഢമായി ഭവിക്കുമ്പലാൽ എന്നതിൽ ഒന്ന് രേതസായി ചമഞ്ഞത് ചെന്ന് സീമന്തിനി യോനിയിലായി വരും വേറൊരു മനുഷ്യൻ്റെ അവിടെ പുണ്യമൊക്കെ തീർന്ന് എല്ലാം കഴിയുമ്പം പിന്നെ ഇല്ല ആഗ്രഹം കിടക്കുമല്ലയോ? ആഗ്രഹം കിടക്കുമ്പോൾ എന്തോരും വേറെ ഏതെങ്കിലും ഒരു ശരീരത്തിൽ യോനിയിൽ വന്ന് പറക്കും. ധനവാനായിട്ട് പുണ്യം ചെയ്യുക ഒരു ധനവാൻ്റെ യോനിയിൽ വരുമെന്ന് കുട്ടിക്കോ. ദുഷ്കർമ്മമാണ് ചെയ്തു പോയെങ്കിൽ എന്ത് വരും? അയാൾ ഒരു ദുഷ്കർമ്മിയുടെ ഭവനത്തിൽ വന്ന് ചേരും. ഇങ്ങനെ യോനിയിലായി വരും. യോനി രക്തത്തോട് സംയുക്തമായി വന്ന് താനേ ജരായു പരിവേഷിതവുമാം ഏകദിനേന കലർന്ന് കലലമാം ഏകീഭവിച്ചാൽ അതും പിന്നെ മെല്ലവേ. അത് നമ്മുടെ ഉള്ളത്തിൽ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വീഴുന്ന കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ വന്നെങ്കിലേ വീഴും ജനനം ഉണ്ടാവും. അതുകൊണ്ട് ഈശ്വരനെങ്കിലേക്ക് ചേരാഞ്ഞത് എന്താ? ഈ ദാനധർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് എന്താ ഭഗവാൻ പറയുന്നു? യജ്ഞദാനങ്ങളും വിത്ത് എല്ലാം കൊടുത്ത് ഞാൻ വല്ല പുണ്യവാനെന്നെല്ലാം കേൾപ്പിച്ച് നടന്നു പോയി സ്വർഗത്ത് പോയി ഈ ഗുണങ്ങളുടെ അനുഭവങ്ങൾ തീരുമ്പം തിരിച്ചു വരും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? വീണ്ടും ജനിക്കുന്നു, മരിക്കുന്നു, ആഗ്രഹം കിടക്കുന്നു. എനിക്ക് സ്വർഗം വേണം എന്നുള്ള ആഗ്രഹത്തിൽ ചെയ്തത് അത്രയും ദാനധർമ്മം ചെയ്തത്. അതൊരു പുണ്യാത്മാവാണെങ്കിലോ ചെയ്യുന്നത് ആരോട്ടും അറിയത്തുമില്ല, ആരെ അറിയിക്കാനുമല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയുള്ള അവസ്ഥകളായിട്ട് വരുന്നതാണ് ഈ പറയുന്നത്. അങ്ങനെ ഏകദിനേന കലർന്ന് കലലമാം ഏകീഭവിച്ചാൽ അതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ട് 5 രാത്രി കൊണ്ട് എനിക്കിതൊന്നും പറയാൻ അറിയില്ല, കാരണം ഇതൊക്കെ ഡോക്ടർമാർക്കേ ചിലപ്പോൾ അറിയത്തുള്ളൂ. പഞ്ചരാത്രം കൊണ്ട് ബുൽബുദാകാരമാം 5 ദിനം കൊണ്ട് പിന്നെ യഥാക്രമം ഈ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇന്ന രീതിയിലൊക്കെ കുഞ്ഞ് വളരുന്ന കാര്യമാണ്. മാംസപേശിത്വം ഭവിക്കും അത് മാസാർത്ഥകാലേന മാസത്തിന് 15 ദിവസം കഴിയുമ്പോൾ പിന്നെയും മെല്ലവേ പേശികളും രുധിരം രക്തവും പരിപ്ലുതമായി വരും. തസ്യ അങ്കുരോൽപത്തിയും വരും. പിന്നെ എന്തൊക്കെയോ തറ വീഴുന്നു. ബുക്ക് തടവെക്കുന്നതാ, എനിക്ക് പിടിച്ചിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇതിലോട്ട് തടവെക്കുക, അതെല്ലാം ചെരിഞ്ഞങ്ങ് പോവുക. അയ്യോ, അപ്പോൾ എന്താ പറയുക? പിന്നെ ഒരു 25 രാത്രിയാൽ പിന്നെ ഒരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ ഓരോ നമ്മുടെ ദേഹത്തിന് എന്തൊക്കെയാ കാട്ടി ഓരോ
ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു കുഞ്ഞിന് എന്തൊക്കെ അത് നമുക്ക് വായിച്ചു പോകാം, എനിക്കും പറയാൻ അറിയില്ലല്ലോ. പിന്നെ ഒരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും അങ്കുലീജാലവും 4 മാസത്തിനാൽ അങ്കുലീജാലം വിരലുകളാന്ന് തോന്നുന്നു, കൈയുടെ വിരലുകളാന്ന് തോന്നുന്നു. പിന്നെ ദന്തങ്ങളും ഈ പല്ല് വരുന്ന മോണകളൊക്കെ ഉള്ളിൽ പല്ല് വരുമല്ലോ, പുറമേ കാട്ടുന്ന പിന്നെ 1 വയസ്സൊക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ, അതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ പല്ലിൻ്റെ ഇതൊക്കെ വരണമല്ലോ. ദന്തങ്ങളും നഖപങ്ക്തിയും ഗുഹ്യവും സന്ധിക്കും നാസിക കർണ നേത്രങ്ങളും ഓരോരോ മാസം കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് വരുന്നത്. പഞ്ചമാസം കൊണ്ട് ഷഷ്ടമാസേ പുനഃ കിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോ ഛിദ്രം ഭവിക്കും അതിസ്ഫുടം. പിന്നെന്ത് വരും? അതൊക്കെ കഴിയുമ്പം ഇത് വരും, കർണയോ ഛിദ്രം. അത് ചെവികളിൽ ദ്വാരങ്ങളൊക്കെ ഉണ്ടാകുന്ന പിന്നെയാണ്. അങ്ങനെ കർണയോ ഛിദ്രം ഭവിക്കും അതിസ്ഫുടം. പിന്നെ മേഠോ ഉപസ്ഥനാഭി പായുക്കളും, അതായത് ലിംഗം, യോനി, പൊക്കിൾ, മലദ്വാരം ഇവ. അതും സപ്തമേ മാസം 7-ാം മാസം, സപ്തമം 7 എന്നൊക്കെ അറിയാം. സപ്തമേ മാസം ഭവിക്കും പുനരുടൻ ഗുപ്തമായൊരു ശിരകേശരോമങ്ങൾ, തലയും അതിലെ കേശരോമങ്ങൾ, തലമുടിയൊക്കെ പിന്നുണ്ടാകും. അഷ്ടമേ മാസി ഭവിക്കും പുനരപി വീണ്ടും പുഷ്ടമായതും ജഠരസ്ഥലാന്തരെ, ജഠരം വയറിൻ്റെ ഭാഗം. 9-ാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും, അതായത് അനക്കം, കൈക്കും കാലിനൊക്കെ ഇങ്ങനെ അനക്കം, കമ്പം വരും. പഞ്ചമേ മാസ ചൈതന്യവാനായി വരും അഞ്ചസ. പിന്നും പഞ്ചമേ മാസം വീണ്ടും 5-ാം മാസം, എനിക്കതിനെപ്പറ്റി അറിയില്ല. വീണ്ടും തിരിച്ച് 5-ാം മാസത്തിൽ വീണ്ടും ചൈതന്യവാനായി വരും. അഞ്ചസ ജീവൻ ക്രമേണ ദിനേ 5-ാം മാസം തൊട്ട് ക്രമേണ ജീവൻ ഇങ്ങനെ ദിനേ വന്നുകൊണ്ടിരിക്കും. നാഭി സൂത്രാൽ, അത് പൊക്കിൾ വള്ളിയിലെ ചെറിയ സുഷിരത്തിൽ കൂടി, നമുക്ക് പൊക്കിൾ വള്ളി ഉണ്ടല്ലോ, അതിൽ കൂടി നാഭി അവിടെ ആണല്ലോ. നാഭി സൂത്രം എന്താ വെച്ചാൽ ഈ വള്ളി, സൂത്ര നൂല്, നമ്മുടെ പൊക്കിൾ വള്ളി. നാഭി സൂത്രാൽ പരന്ത്രേണ മാതാവിനാൽ സാപേക്ഷമായ പുക്കത അന്ന രസത്തിനാൽ, അമ്മയുടെ ആഹാരത്തിൻ്റെ അന്നത്തിൽ നിന്ന് രസം. വർദ്ധതേ ഗർഭകമായ പിണ്ഡം മുഹുർ മൃത്യു വരാൻ നിജ കർമ്മബലത്തിനാൽ, അതായത് ആ കുട്ടിക്ക് മരണം ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമുക്ക് അതിന് കർമ്മത്തിന് ആ കർമ്മബലം കൊണ്ടാണ് നമുക്ക് മരണം. ആ കുട്ടിയുടെ ബലം പോലെ ഇരിക്കും. കുട്ടി നല്ല ജീവനായിട്ട് വരാനാണ് യോഗം കിടക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് ഉള്ളിൽ കിടന്ന് മരിക്കത്തില്ല. അതായത് ഗർഭകമായ പിണ്ഡ മുഹുർ മൃത്യു വരാ നിജ, മരിക്കാതിരിക്കാൻ എന്ത് വേണം? കർമ്മബലം വേണം. ആ കുഞ്ഞിൻ്റെ കർമ്മബലമാണ് അത് നല്ല ബലത്തോട് വരുവാണെങ്കിൽ അത് അതിൻ്റെ ജീവൻ്റെ കഴിഞ്ഞ ജന്മത്തെ വാസന കൊണ്ടാണ്. ചിലർ ഉള്ളത്തിൽ കിടന്ന് മരിക്കുന്നത് എന്താ? അത് അതിൻ്റേതായ, അത് തള്ളയുടെ കുഴപ്പമല്ല, ആ കുട്ടിയുടെ കർമ്മബലമാണ്. അതുകൊണ്ട് കർമ്മബലത്തിനാൽ പൂർവ്വജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ച് ദുഃഖിച്ചു ജഠര വന്യപ്രതപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഉള്ളിൽ കിടന്ന് ഇതൊക്കെ പറയും, പാരാപുരങ്ങളൊക്കെ പറയും. കഴിഞ്ഞ ജന്മങ്ങൾ എന്തൊക്കെ ചെയ്തുകൊണ്ട് ഇതിനി അങ്ങനെ ചെയ്യത്തില്ല, വയറ്റിൽ എല്ലാം നല്ല കാര്യങ്ങൾ പറയും. ഒരു ദോഷം ചെയ്ത് ഭൂമിയിൽ ജനിച്ചാൽ നല്ലപോലെ ജീവിച്ചോളാം, ഭഗവാനെ അറിഞ്ഞോളാം, നല്ല പ്രവൃത്തി ചെയ്തോളാം, ഞാൻ ആരും ദ്രോഹിക്കത്തില്ല. ഇങ്ങനെ ജഠര വന്യപ്രതപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങും. അങ്ങനെ ഓരോരോ കാരണങ്ങൾ ഇങ്ങനെ പറയും. വയറ്റിൽ കിടന്ന് എല്ലാം പറയും, തപസ് ചെയ്യും. വയറ്റിൽ കിടന്ന് ആ കുഞ്ഞ് ആത്മാവ്, അതിൻ്റെ ജീവൻ 10,100,000 യോനികളിൽ ജനിച്ച് എത്ര കർമ്മങ്ങൾ അനുഭവിച്ചതിനകം. ഇതെല്ലാം കുട്ടി ഉള്ളിൽ കിടന്ന് ഞാൻ എത്രയോ 1000 യോനികളിൽ, ഒരുപാട് അമ്മമാരുടെ വയറ്റിലിങ്ങനെ ജനിച്ചാണ് ഇങ്ങനെ വന്നത്. അതെല്ലാം ഞാൻ അങ്ങനെയെല്ലാം വന്നുപോയേ. പുത്രധാരാദി ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞതു. നിത്യം കുടുംബഭരണൈക സക്കതനായി വിത്തം അന്യായമായി ആർജിച്ച് തന്നെ. ഞാൻ ഒരുപാട് പേരുടെ വിത്തം, ധനങ്ങളെല്ലാം അന്യായമായി നീതിയില്ലാതെ ആർജിച്ച് പിടിച്ചു പറിച്ചു. വിഷ്ണു സ്മരണയും ചെയ്തുകൊണ്ടില്ല, ഞാൻ ഭഗവാനെ അറിഞ്ഞതുമില്ല എന്നൊക്കെ ഉള്ളിൽ കിടന്ന് കുട്ടി ഇങ്ങനെ പറയും. ആ കുഞ്ഞിനെല്ലാം അറിയാം വയറ്റിൽ കിടക്കുമ്പം. അതുകൊണ്ട് വിഷ്ണു സ്മരണ, ഭഗവാനെ പോലും എനിക്ക് ഓർക്കാൻ പറ്റിയില്ല, ചെയ്തുകൊണ്ടില്ല. ഞാൻ കൃഷ്ണേതി ജപിച്ചില്ല. ഒരിക്കലും ഭഗവാനെ നാരായണ എന്ന് കൃഷ്ണ എന്ന് വിളിച്ചില്ല. തൽഫലം എല്ലാം അനുഭവിച്ചിടുന്നത് എപ്പോൾ ഇവിടെ കിടന്ന് ഞാനിങ്ങനെ ഇതെല്ലാം ഈ ഫലങ്ങളെല്ലാം അതിൻ്റെ ഫലമാണ് ഞാൻ ഈ വയറ്റിൽ കിടന്ന് ഇങ്ങനെ അനുഭവിക്കുന്നത്. കാരണം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അറിയോ എൻ്റെ വിഷമം. നമുക്ക് ചിന്തിക്കാമല്ലോ, 9 മാസമൊക്കെ ഒരു എന്താ പറയുക, അപ്പോൾ അതിനൊരു വിഷമം നമ്മൾ അറിയുന്നില്ല, നമുക്കത് അറിയാത്തതുകൊണ്ട് നമ്മൾ അറിയാം. പക്ഷെ ആ സമയം കുട്ടി ഒരുപാട് വിഷമങ്ങൾ ചെയ്യുന്നു. അതിനെ തിരിയാനോ പിരിയാനോ എന്തെങ്കിലും പറ്റുന്നുണ്ടോ? അങ്ങനെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഈ കുട്ടി ശരിക്കും
പ്രാർത്ഥിക്കും. കൃഷ്ണകൃഷ്ണ എന്ന് ഞാൻ ജപിച്ചില്ല, അതുകൊണ്ട് എനിക്ക് എല്ലാം ഇങ്ങനെ വരുന്നു, ഇപ്പോൾ ഇവിടെ കിടന്ന് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നു. ഗർഭപാത്രത്തിൽ നിന്ന് ബാഹ്യസ്ഥലേ കെൽപ്പോട് എനിക്ക് പുറപ്പെട്ടുകൊള്ളാം. എന്നാ ഞാൻ ഈ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഞാൻ എന്നായി കെൽപ്പോട് ശക്തിയോട് ഞാൻ എന്നാ ഇനി പുറത്തേക്ക് വരുന്നത്? ദുഷ്കർമ്മം ഒന്നുമേ ചെയ്യുന്നതില്ല. എന്നാൽ ഞാൻ ഒരു ദുഷ്കർമ്മവും ഇനി ചെയ്യത്തില്ലേ ഭഗവാനെ? ഈ ചെയ്തൊക്കെ മതി. ഞാൻ ഇവിടെ കിടന്ന് അത്രത്തോളം കഷ്ടപ്പെടുന്നു. എനിക്ക് വിശപ്പിന് ആഹാരം പോലും എവിടുന്നാ വരുന്നത്? അമ്മയുടെ വയറ്റിൽ ഉള്ളിൽ നിന്ന് ഒരു അല്പം എന്തോ ഒരു രസം പൊക്കിൾ കൂടെ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. ഒന്ന് തിരിയാനോ പിരിയാനോ കാലെടുക്കാനോ കൈയെടുക്കാനോ ഒന്ന് ചൊറിഞ്ഞാലോ ഈ വെള്ളത്തിൽ കിടക്കുമ്പോൾ എന്തെങ്കിലും ചൊറിച്ചിലൊക്കെ വരും, ഒന്ന് ചൊറിയാനോ ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനിനി വിളിക്ക് വന്നാൽ, ഞാൻ ബലത്തോടെ ഞാൻ വിളിക്ക് വന്നാൽ ദുഷ്കർമ്മം ഒന്നുമേ ചെയ്യുന്നതില്ല. ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതില്ല. ഞാൻ സൽക്കർമ്മയുടെ കൂട്ടത്തോടെ ഞാൻ ചെയ്യും. ഒരുപാട് സൽക്കർമ്മം ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. നാരായണസ്വാമി തന്നെ ഒഴിഞ്ഞ് മറ്റാരെയും പൂജിക്കയില്ല. ഞാൻ ഒരുത്തരെയും പൂജിക്കത്തില്ല. ഭഗവാൻ നാരായണനെ മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ, ഇത്യാദി ചിന്തിച്ച് ജീവനും ഭക്തിയാ ഭഗവത് സ്തുതി തുടങ്ങിയിട്ട് ഞാൻ അങ്ങനെ ഈ കുട്ടി, ആ ഉള്ളിൽ കിടന്ന കുഞ്ഞ് എവിടുന്ന് വന്നതാ? സ്വർഗത്ത് പോയി സുഖിച്ച് ഉള്ള പുണ്യം അനുഭവിച്ച് താഴേക്ക് പതിച്ചു. താഴെ പതി കുറേ ധാന്യങ്ങളായിട്ടൊക്കെ വന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഏതോ ഒരു യോനിയിൽ ഉള്ളിൽ വന്നതിന് ശേഷം ചെയ്യുന്ന പരിപാടിയാണ് ഇതൊക്കെ. കുട്ടി കുഞ്ഞായിട്ട് വയറ്റിൽ കിടക്കാൻ ചെയ്യുന്ന പ്രാർത്ഥനകളാണ്. ഭക്തിയാ ഇതൊക്കെ കേൾക്കുന്നതൊന്നും ഇതൊക്കെ വെറുതെ അല്ല മക്കൾ, ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. ഭക്തിയാ ഭഗവത് സ്തുതി തുടങ്ങിയിട്ട് ഞാൻ 10 മാസം തികയും വിധ ഭൂതലേ ചിത്ത താപേന പിറക്കും വിധിവശാൽ. എൻ്റെ വിധിപ്രകാരം കൊണ്ട് ഞാൻ 10 മാസം തികയുമ്പോൾ ഞാൻ ഇവിടെ ഭൂതലത്തിൽ ചിത്തതാപേനെ, മനസ്സ് ദുഃഖത്തോട്, മനസ്സ് താപേന ദുഃഖത്തോട്. കാരണം ഭൂമിയിൽ വന്നാൽ പിന്നെ അതിനേക്കാൾ ആപത്തല്ലയോ? വയറ്റിൽ കിടക്കുന്നതിനേക്കാളും ദുരിതമാണ്. പിന്നെ തീട്ടത്തിൽ കിടക്കണം, തള്ളമാരെടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കുടഞ്ഞ് എന്തൊക്കെയായിട്ട് കാലും കൈയും പിരിച്ചും തരിച്ചും ഒക്കെ വിട്ട് എന്തൊക്കെയാ ചെയ്യുന്നേ? എത്ര നാളെ കുഞ്ഞത് കിടന്ന് ദുഃഖാനുഭവിക്കാൻ എളിച്ച് നടക്കാൻ പറ്റുമോ? ഒക്കെയാ അതെല്ലാം ഓർക്കുമ്പോൾ ജനിക്കാൻ നമുക്ക് തോന്നുമോ? അതുകൊണ്ട് ചിത്തതാപേനെ പിറക്കും വിധിവശാൽ. എൻ്റെ വിധി ഇങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ഇനിയെങ്കിലും എന്ത് വേണം? ഈശ്വരനെ ആരാധിച്ച് മോക്ഷത്തെ പ്രാപിക്കാൻ നോക്കണം. അല്ല ദാനം ചെയ്ത് ഞാൻ ഇന്ന പുണ്യവാനാണ്, ഞാൻ അത് ചെയ്ത് ഇത് ചെയ്തു, ഞാൻ ആരാണ്, ഞാൻ എല്ലാവരെക്കാളും മെച്ചമാണ്, എനിക്ക് ഇവരെക്കാളും സുഖിക്കണം, സ്വർഗം വേണം, അത് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇല്ലാത്ത ആഗ്രഹം ഉണ്ടാക്കി വെച്ചാൽ ഇത് തന്നെയാണ് അനുഭവം. ഉള്ള കാലവും പ്രളയാന്തം വരെയും നമ്മൾ ജനിച്ച് മരിച്ചിരിക്കണം. ഇതാണ് ദുഃഖം. നമ്മൾ വയറ്റിൽ കിടക്കുന്ന ദുഃഖം, പിന്നെ പ്രസവവേദനയുടെ ദുഃഖം, ശ്വാസം മുട്ടുന്ന ദുഃഖം, പിന്നെ വന്ന് ഇറങ്ങിയാൽ പിന്നെ എന്തൊക്കെയാ മൂക്ക് ചീറ്റണോ, വായിക്കൂടെ കഫം വരുന്നു, എന്തൊക്കെയാ മരണപ്രാളങ്ങൾ കാണിക്കുന്നേ കുഞ്ഞുങ്ങൾ. എന്നിട്ടോ വിധിവശാൽ ഞാനിങ്ങനെ പിറക്കും. പിന്നെ സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനി രന്ധ്രേണ പീഡാന്യതം. യോനിൽ കൂടി രന്ധ്രം സ്ത്രീകളുടെ യോനി ദ്വാരത്തിൽ കൂടി പീഡാന്യതം വിഷമം അനുഭവിച്ച് മനോപി മാതാപിതാക്കന്മാർ അതായത് അങ്ങനെ വന്നിട്ട് പിന്നെ എന്ത് വേണം? മാതാപിതാക്കളെ പിന്നെ നമ്മളെ സംരക്ഷിക്കപ്പെട്ടാലും, അതാണ് നമ്മൾ ജനിച്ചു വന്നാൽ പിന്നെ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷെ അത് ദുഃഖമായ സംരക്ഷണം. കുഞ്ഞുങ്ങൾക്കൊരു സ്വസ്ഥത ഇല്ലാത്ത ആണ്. വിശക്ക് കരച്ചിലും പിഴിച്ചിലും എന്തൊക്കെ അസ്വസ്ഥതകളാണ്. വയറുവേദന നാക്കുണ്ടോ? പറയാൻ പറ്റുമോ? ഇങ്ങനെ പാല്യമാനോപി മാതാപിതാക്കന്മാരാൽ നമ്മളെ രക്ഷിച്ചാലും ബാല്യാദി ദുഃഖങ്ങൾ എന്ത് ചൊല്ലാവതും. ആ കുഞ്ഞുനാളിലുള്ള അവസ്ഥ അത് ദുഃഖമല്ലേ? അത് പറയാൻ പറ്റുമോ? യൗവന ദുഃഖം, വാർദ്ധക്യ ദുഃഖം. അപ്പോൾ അത് നമുക്ക് എന്തുവരും? കൗമാര ദുഃഖം, യൗവന ദുഃഖം, വാർദ്ധക്യ ദുഃഖം, സർവ്വം ഓർത്തോളം. ഏതും പൊറാസഖി. ഇതൊക്കെ ഓർത്താൽ ഒരു സഹിക്കാനും പറ്റില്ല സഖി കൂട്ടുകാരാ. ഇതൊക്കെ ആരോടാ പറയാ? നമ്മൾ മറന്നു. ഇത് ആരോടാ പറയുന്നേ? ഈ പക്ഷി പിന്നെ സമ്പാദ്യ ഒരു നിശാകര മഹർഷിയുടെ ആശ്രമം ചെന്നപ്പോൾ ശരീരമാണ് ഇതിനെല്ലാം കാരണം, ദുഃഖത്തിന് കാരണം ഇതാണ് നമ്മളെ പ്രവൃത്തി. ഈ പ്രവൃത്തിയെപ്പറ്റി വർണ്ണിച്ചതാണ് ഈ മഹാമുനി. ഈ പക്ഷിയുടെ ചിറക് ഇങ്ങനെ കരിഞ്ഞു പോയാൽ എന്താ ഇങ്ങനെ നിനക്ക് നീ ഇങ്ങനെ വികൃതമായി പോയത്? അപ്പം അതിനെപ്പറ്റി പറയുന്നതാണ്. എന്താ അഹങ്കാരം വന്നുകൊണ്ടല്ലേ സൂര്യമണ്ഡലം വരെ പറന്നത്. അപ്പം നമുക്ക് അഹങ്കാരം കൊണ്ടാണ് ഇന്ന് നമ്മളെല്ലാം ഈ അനുഭവിക്കുന്ന വിഷമങ്ങൾ. ഇപ്പം എനിക്ക് നടുവേദന ആയാലും എന്തൊരു കുന്തം ആയാലും നമ്മുടെ എല്ലാം കർമ്മഫലമാണ്. നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അപ്പോഴത്തെ ദുഃഖം ഉണ്ടാകത്തില്ല, നമുക്ക് സന്തോഷമേ ഉണ്ടാകാം. നമ്മളേത് പ്രവർത്തന ഗുണമല്ലേ എന്ന് നമുക്ക് സന്തോഷിക്കാം. അപ്പോൾ അങ്ങനെ സഹിതം നമുക്ക് ഓർത്താൽ നമുക്ക് സഹിക്കാൻ പറ്റൂല. സമ്പാദി ജഡായുവിൻ്റെ സഹോദരനോട് പറയുന്നു മഹാമുനി. നിന്നാൽ അനുഭൂതമായുള്ളത് എന്തിന് വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ. ഞാൻ എന്തിനാ ഇത്രയും വർണ്ണിക്കുന്നത്? വെറുതെ. ദേഹോഹം എന്നുള്ള ഭാവനയ മഹാമോഹന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു.
അപ്പോൾ എന്താ, ദേഹം ഞാനെന്ന് ഉള്ള ഭാവന കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗവും ഉത്ഭവനാശവും ദേഹമൂലം സഖേ സ്ഥൂല സൂക്ഷ്മാത്മക ദേഹ ദ്വയാൽ പരം മേലെ ഇരിപ്പതാത്മാ പരൻ കേവലൻ. അപ്പോൾ ഈ സ്ഥൂല സൂക്ഷ്മ ശരീരം അതിൻ്റെ ദേഹോ ദ്വയാൽ, ഈ സൂക്ഷ്മവും സ്ഥൂലമായിരിക്കുന്ന ദേഹത്തിന് അതിൽ പരം മേലെ എന്താ ഉള്ളത്? പരമാത്മാവ് കേവലൻ, പരമാത്മാ പരൻ കേവലൻ ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ച്. അതുകൊണ്ട് എന്ത് വേണം? ഇതിനെല്ലാം മെച്ചപ്പെട്ട ഒരാൾ നമ്മുടെ ഉള്ളിലുണ്ട്. സ്ഥൂല സൂക്ഷ്മാത്മക ദേഹദ്വയാൽ പരം മേലെ ഇരിപ്പത്, അതിനെല്ലാം മുകളിലായുണ്ട് പരമാത്മാ പരൻ കേവലൻ. അത് ദേഹാദികളിൽ മമത്വം ഉപേക്ഷിക്കുക. നമ്മുടെ ദേഹാദികളായിരിക്കുന്ന നമ്മുടെ ദേഹവും അതുപോലെ നമ്മൾപ്പെട്ട ദേഹവും, അതായത് നമ്മൾപ്പെട്ട കുഞ്ഞു മക്കള്, അച്ഛനമ്മ, അല്ലെങ്കിൽ പിന്നെ ഭർത്താവ്, ഇങ്ങനെയുള്ള അതെല്ലാം അതിൽ പെട്ടതാണ്. അതിനകത്ത് മമത്വം അങ്ങ് ഉപേക്ഷിക്കുക. ഇത്രയേ ഉള്ളൂ. മമത്വം പോയാൽ മതി. ഇതൊന്നും നമ്മുടേതല്ല, നമ്മുടേതാ ഉള്ള ഒന്നേ ഉള്ളൂ. ആ ഉണ്മയാകുന്ന പരമാത്മ മാത്രമേ അതേ ഉള്ളൂ എല്ലാവർക്കും. ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ച് മോഹ അകന്ന് ആത്മജ്ഞാനിയെ വഴങ്ങുന്നത്. അതുകൊണ്ട് നീ ഈ മോഹങ്ങളെല്ലാം മാറ്റി ഈ ലോകത്തുള്ള ആഗ്രഹങ്ങളെല്ലാം കളഞ്ഞിട്ട് വാഴുക. ആർക്കൊടുക്കുക? നമുക്ക് തരുന്ന ഉപദേശം. ആ പക്ഷിയൊക്കെ അങ്ങ് പോയി. ഇപ്പം നമ്മളവിടെ ഉള്ളത് ഇതുകൊണ്ട് നമ്മളെന്തുവേണം? മോഹം. എൻ്റെ മകള്, എൻ്റെ ഭർത്താവ്, എൻ്റെ മകൻ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കൊച്ചുമക്കൾ, ഇതിന് കഴിഞ്ഞിട്ടേ പിന്നെ എന്ത് ഉള്ളു? എന്താ കാരണം? അതുകൊണ്ട് എന്ത് വരുന്നു? ഉള്ളുള്ള കാലവും വയസ്സിലെന്നവരെയും മമതയാ. ഈശ്വരനെ അറിയാൻ സമയമില്ല. എൻ്റെ മക്കൾ പട്ടിണിക്ക്, മക്കളത് എന്ത് കഴിച്ചു? ഭഗവാനുള്ള ചിന്തയില്ല, ഭഗവാനുള്ള യാതൊരു സ്നേഹവും ഭക്തിയില്ല. എപ്പോഴും ഭർത്താവെ, മക്കളെ, കുടുംബമേ, കൊച്ചുമക്കൾ, പിന്നെ അല്ല കൊച്ചുമക്കളെ, ഇങ്ങനെ കഴിയുന്നവർക്ക് എങ്ങനെയാ മോക്ഷത്തിലേക്ക് പോകുന്നത്? വയസ്സ് ചെല്ലുമ്പോൾ അങ്ങേയറ്റം ആകുമ്പോൾ ഈശ്വരനെ പ്രാർത്ഥിക്കാൻ നമുക്ക് ആവുമോ? ഇപ്പം നടുവേദന എനിക്കിപ്പോൾ പറ്റുമോ? എൻ്റെ നല്ല സമയത്ത് സമ്പത്ത് കാലത്ത് തൈ 10 വയ്ക്കണം, ആപത്ത് കാലത്ത് കാ 10 തിന്നാൻ. ഇപ്പം ഞാൻ അതുകൊണ്ട് കാ 10 തിന്നുന്നു. അല്ലെങ്കിൽ ഞാനിപ്പം അയ്യോ ദൈവമേ എനിക്ക് പറ്റിയില്ലല്ലോ, അപ്പം വിളിച്ചാൽ ദൈവം വിളി കേൾക്കൂ? നേരത്തെ അന്വേഷിച്ച് വെക്കണം ഇതൊക്കെ. അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ച് മോഹം അകന്ന ആത്മജ്ഞാനിയായി വഴുക നീ. ശുദ്ധം സദാ ശാന്തം ആത്മാനം അവ്യയം ബുദ്ധം പരബ്രഹ്മ ആനന്ദ അദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകളാത്മകം ഈശ്വരം അച്യുതം സർവജഗന്മയം ശാശ്വതം മായാ വിർമുക്തമെന്നറിയുന്നേരം മായാ വിമോഹം അകലുമെല്ലാവരും. മായയാണെന്നത് മനസ്സിലാക്കിയിട്ട് ഈ മായയുള്ള വിമോഹം, ആഗ്രഹങ്ങളെല്ലാം കളഞ്ഞ് എല്ലാവരും അങ്ങനെ ആകണം. എന്താ? സച്ചിന്മയം സകളാത്മകം ഈശ്വരം അച്യുതം സർവ്വജഗന്മയം ശാശ്വതം. ഈ ശാശ്വതമായിട്ടുള്ളത് ഈ പരമാത്മ വസ്തു മാത്രമേ ഉള്ളെന്ന് നമ്മൾ ഉറയ്ക്കുമ്പോൾ ഈ മായയിൽ കിടന്ന് മുഴുകുന്ന അത് നമ്മൾ അറിഞ്ഞ് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. മായാ വിമോഹം അകലും. എല്ലാവർക്കും അകലണമെങ്കിൽ ഈശ്വരാരാധന കൊണ്ട് മാത്രമേ കഴിയൂ. മായാ വിമോഹം അകലും എല്ലാവരും. പ്രാരബ്ധ കർമ്മവേഗ അനുരൂപം ഭുവി പരമാർത്ഥാത്മന വാഴുക നീ. പാരോന്നല്ല, പായ്ക്ക് ദീർഘം കിടക്കുന്നത് തെറ്റാ. പരമാർത്ഥാത്മന വാഴുക നീ ഭൂവി. അപ്പം നമ്മളെ പ്രാരാബ്ധ കർമ്മ വേഗ അനുരൂപം ഭൂവി, ഭൂമിയിൽ പ്രാരാബ്ധ കർമ്മങ്ങളൊക്കെ ഒഴിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പരമാർത്ഥമാകുന്ന ഏകാത്മാവായ പരമാത്മാ അല്ലാതെ മറ്റൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കി നമ്മൾ ഭൂമിയിൽ വാഴണം. മമത്വം എല്ലാം പോകണം. മറ്റൊരു ഉപദേശവും പറയാൻ ചെറു ദുഃഖം മനക്കാമിലുണ്ടാകും. നിന്റെ മനസ്സിൽ ഇത് സമ്പാദിക്ക് മാത്രം പറഞ്ഞു കൊടുക്കുന്നതല്ല. ആ ഉപദേശം നമുക്കെല്ലാവർക്കും വേണ്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു ചെറ്റു ദുഃഖം മനക്കാമിലുണ്ടാകാതിരിക്കാൻ ഒരു ഉപദേശവും നിനക്ക് പറഞ്ഞു തരാം. അതായത് ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി നക്തൻ ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോട് ഭക്തജനത്തിന് മുക്തി വരുത്തുവാൻ ദണ്ഡകാരുണ്യത്തിൽ വാഴും വിധു ബലാൽ ചണ്ടനായുള്ള ദശാസനാൻ രാവണൻ. ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അദ്ദേഹം പറഞ്ഞെടുക്കുകയാണ്. പുണ്ടരീകോത്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്ത് വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോകും മായയാ. രാവണൻ കട്ടുകൊണ്ടുപോയി. സീത ഒറ്റയ്ക്കിരുന്നപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും മാനിൻ്റെ പുറകെ പോയപ്പം സീത ഒറ്റയ്ക്കായപ്പം ഈ രാവണൻ കട്ടുകൊണ്ടുപോയി. അത് മായയാ. ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കട രാജനിയോഗാൽ കപികുലം ദക്ഷിണ വാരുധി തീരദേശെ വരും.
ഇത് പറഞ്ഞു കൊടുക്കുന്ന ഈ പക്ഷിക്ക് ചിറക് മുളയ്ക്കേണ്ട ഒരു വരമാണ് ഈ പറയുന്നത്. ഈ പക്ഷിക്ക് ഇപ്പം ചിറക് മുളയ്ക്കും, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, എനിക്ക് ഒത്തിരി പറഞ്ഞുതരാൻ വയ്യ. അപ്പം ഇങ്ങനെ സംഭവിച്ചത് എന്താണ്? മർക്കട രാജനിയോഗത്താൽ ഇപ്പം സുഗ്രീവന്റെ നിയോഗപ്രകാരം ഈ കവികുലങ്ങളെല്ലാം ദക്ഷിണ വാരിധി തീരദേശത്തേക്ക് ചെന്നിരിക്കുക. ഈ മുനിയുടെ അടുക്കലേക്ക് മുനി ഈ സമ്പാദിക്ക് പറഞ്ഞു കൊടുക്കുവാണ്. അപ്പം പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇപ്പം അങ്കദനോട് ഈ സമ്പാദി പറയുവാണ്. അപ്പോൾ സമ്പാദിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ അങ്കദനെ, ഈ കവികുലത്തിനെ. എനിക്ക് ഭക്ഷിക്കാം, എനിക്ക് എല്ലാവരും കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് ജഡായു എന്ന് കേട്ടപ്പോൾ ജഡായുവിൻ്റെ കഥകളെല്ലാം പറഞ്ഞ് ഇത്രയും ആയത്. ഇതിപ്പം ഇതിത്രയും കേൾക്കുമ്പോൾ ഒരു വരം കിട്ടിയിട്ടുണ്ട്. ഈ മുനി ആ വരം പറഞ്ഞു കൊടുക്കുവാണ്. അപ്പോൾ സമ്പാദിക്ക് ഇത്രയും അറിഞ്ഞു വരുമ്പോൾ ഉടനെ ചിറക് മുളച്ചു വരും. അതാണ്. അതുകൊണ്ട് മർക്കട രാജനിയോഗാൽ കവികുലം ദക്ഷിണ വാരിധി തീരദേശേ വരും തത്ര സമാഗമം നിന്നോട് വാനരർക്ക് എത്തും ഒരു നിമിത്തേന. ഇപ്പോൾ ഒരു നിമിത്തം വന്നു. ഇപ്പം അങ്കദനും കവികളെല്ലാം ഗഹ്വരത്തിൽ ദർഭ അവിടെ കിടക്കുവാണ്. ഈ സമ്പാദി അവിടെ ചെന്നു, ഇവരെ കണ്ടു, ഈ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് നേരത്തെ നടന്ന സംഭവങ്ങളെല്ലാം ഈ സമ്പാദി അവരോട് പറയുന്നു. അപ്പോൾ ഒരു നിമിത്തമായാണ് ഇപ്പോൾ അവരെ കണ്ടുകിട്ടുന്നത്. അങ്ങനെ നിസ്സംശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്കുക നീ ഈ കാര്യങ്ങളെല്ലാം, ഈ മഹർഷിയെ കണ്ട കാര്യങ്ങളും ഈ സമ്പാദിയുടെ ചിറക് പോയ കാര്യങ്ങളും ഇതെല്ലാം നീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്കുക നീ തന്നുങ്കി വാഴുന്ന ദേശം ദയാവശാൽ, സീത വസിക്കുന്ന ദേശം പറഞ്ഞു കൊടുക്കണം ദയാവശാൽ. അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും, അതിനുള്ള സംശയം. ഇതാണ് നവങ്ങളാൽ പുതിയ പക്ഷങ്ങൾ, ചിറകുകൾ വരും. ഇപ്പോൾ ഈ അങ്കദനും മറ്റ് കവികളും അവിടെ ഉറങ്ങിക്കിടക്കുമ്പോൾ എനിക്ക് ഭക്ഷണത്തിന് എനിക്ക് ചിറകില്ലെങ്കിൽ എന്താ, എൻ്റെ മുമ്പിൽ എനിക്ക് ഓരോരുത്തർ ദിവസേന ഭക്ഷിക്കാമല്ലോ എന്നും പറഞ്ഞ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കിടന്ന് മരണം ഉണ്ടല്ലോ എന്ന് കവികൾ പറഞ്ഞു. എങ്കിൽ ജഡായു എന്ത് നല്ലവനായിരുന്നു, ഗുണവാനായിരുന്നു, ഈ സമ്പാദി ഇങ്ങനെ ആയിപ്പോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ജഡായുവോ അതാരാ എന്ന് അറിയാൻ നിങ്ങൾ ഭയപ്പെടേണ്ട, എൻ്റെ അരികിലേക്ക് വരൂ, എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്രയും ഈ കഥകൾ കഴിഞ്ഞ സംഭവങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും, അതിനുള്ള സംശയം, ഒരു സംശയം വേണ്ട. ഇത് പറഞ്ഞു വരുമ്പോൾ തന്നെ നിനക്ക് ചിറകുകൾ മുളച്ചു വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇതിൻ്റെ പൊരുള്? അല്പം ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവും, അല്ലെങ്കിൽ വലിയ പാടാ ഇതൊക്കെ മനസ്സിലാക്കാൻ. അപ്പോൾ ഈ തന്നുങ്കി വാഴുന്ന ദേശം അദ്ദേഹം ഈ കഴുകൻ പറഞ്ഞല്ലോ, അത് കഴുകന്മാർക്ക് കാണാം ലങ്കയിലെ പർവ്വതത്തിൻ്റെ അവിടെ ലങ്കാപുരിയുണ്ട്, അവിടെ വനമുണ്ട്, അവിടെ സീത താപത്തോടെ വിഷമിച്ച് കഴിയുന്നു എന്ന് നേരത്തെ പറഞ്ഞു കൊടുത്തായിരുന്നു കവികൾക്ക്. അപ്പം അതൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പക്ഷിക്ക് ചിറക് മുളയ്ക്കുന്നു. അതാണ് അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ, ചിറകുകൾ നവങ്ങളായി പുതിയതായി, നവം പുതിയതെന്ന് 9 എന്ന് അർത്ഥമാണ്, ഇവിടെ പുതിയതായി ഉത്ഭവിച്ചിടും, അതിനില്ല സംശയം, ഒരു സംശയം വേണ്ട, നിനക്ക് ചിറക് മുളയ്ക്കും. എന്നെ പറഞ്ഞ് ബോധിപ്പിച്ചത് ഇങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി. ഇതത്ര അങ്കത, ഇതെല്ലാം എനിക്ക് ഒരു മഹാമുനി മുമ്പേ എനിക്ക് പറഞ്ഞു തന്നതാണ്. വന്നത് കാണുമിൻ ചിറകുകൾ പുത്തനായി എന്നേ വിചിത്രമേ നന്നത്രേ. കണ്ടോ, വന്നത് കാണൂ, എനിക്കിതാ ചിറക് മുളച്ചു. ഇത്രയും പറഞ്ഞപ്പോൾ ഇതാ ചിറക് മുളച്ചു വരുന്നു. അദ്ദേഹം പറയുക ഇത് നേരത്തെ എനിക്ക് പറഞ്ഞു തന്ന ഒരു വാസ്തവമായിട്ടൊരു കാര്യം, ഇപ്പം നിമിത്തമായി അത് സംഭവിച്ചു. അവിടെ അത് കാണുമ്പോൾ, അത് പറഞ്ഞു തീർന്നപ്പോൾ തന്നെ പുതിയ ചിറക് വളരുന്നു. അത് കാണുമിൻ ചിറകുകൾ പുത്തനായി എന്നേ വിചിത്രമേ നന്നത്ര. ഇത് വിചിത്രമായിരിക്കുന്നല്ലോ. ആ മുനിയുടെ ആ വാക്ക്, അതാ മഹാത്മാക്കള് പറഞ്ഞ വാക്കുകൾ, ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലൊന്നുമേ. അതുകൊണ്ട് ഇങ്ങനെയുള്ള മഹാമുനിമാരുടെ വാക്കുകൾ അത് വെറുതെ ആയി പോവുകയില്ല, സത്യമായിട്ട് തന്നെ വരും. ശ്രീരാമദേവ കഥാമൃതം മാഹാത്മ്യം ആരാലും ഓർത്താൽ അറിയാവതല്ലേതും. രാമനാമ അമൃതത്തിന് സമാനമായി മാമകേ മനസ്സേ മറ്റു തോന്നിയില്ലവോ. ഭഗവാന്റെ നാമമായി അമൃതാകുന്ന ഈ നാമത്തിന് സമാനമായി തുല്യമായി ഇവിടെ ഒന്നും തന്നെ തോന്നില്ല, ഒന്നും തന്നെ മറ്റാർക്കും ഇല്ല. ഇത് തന്നെ ആ അമൃതാകുന്ന ഈ രാമനാമത്തിന് സമമായി മാമകേ എൻ്റെ ഉള്ള മനസ്സേ മറ്റു തോന്നിലഹു. നല്ലത് മേന്മേൽ വരണമേ, നിങ്ങൾക്ക് കല്യാണഗാത്രിയെ കണ്ടു കിട്ടണമേ. അപ്പോൾ നല്ലത് വരണമേ, സീതയെ കണ്ടു കിട്ടണമേ. നന്നായി അതിപ്രയത്നം ചെയ്യിൽ അർണവം ഇന്ന് തന്നെ കടക്കായി വരും നിർണയം. ഇന്ന് നമ്മൾ നന്നായി പ്രയത്നിച്ചാൽ നമുക്ക് ഈ സമുദ്രം രത്നാകരം കടന്നക്കരെ ശ്രീരാമനാമസ്മൃതി കൊണ്ട് സംസാര വാരാനിധിയെ കടക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ നാമസ്മൃതി കൊണ്ട് എന്ത് സംസാര സാഗരം കടക്കണ്ടേ? രത്നാകരം. എന്താ, നമുക്ക് ഈ ലോകത്തിരിക്കുന്ന ഈ ദുരിതാബ്ധിയാകുന്ന സംസാര സാഗരം കടക്കണം. അതാണിത്, രാമാറണം.
രാമായണം, രാത്രി, അതിനെ മായണം. ഇത് കേട്ട് കേട്ട് ഭക്തി വർദ്ധിച്ച് ഈ സംസാര ദുരിതമാകുന്ന സാഗരം, സമുദ്രം കടന്ന് പരമാത്മാവിൽ ചേരുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം യഥാർത്ഥം. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ ഇവിടെ അങ്ങനെ രത്നാരം കടക്കുകയും വേണ്ട, ലങ്കയിൽ പോകുകയും വേണ്ട. നമ്മൾ അതായി തീരുക എന്നതാണ്. അല്ല, നമ്മൾ അവിടേക്കൊന്നും ചിന്തിക്കണ്ട. നമ്മൾ ഭഗവാനെ അറിയുക. ഇത് വായിക്കുമ്പോൾ ഭക്തി വർദ്ധിക്കും. അയ്യോ, ഇതാണല്ലോ സത്യം. ഇനി ചിന്തിച്ച് നമുക്ക് ഭക്തി വർദ്ധിച്ച് നമുക്ക് എന്ത് വേണം? ശ്രീരാമനാമ സ്മൃതി കൊണ്ട്, ഭഗവാനെ വാഴ്ത്തി പുകഴ്ത്തി ആ ഓർമ്മ കൊണ്ട് ഇതിങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള ഓർമ്മയും ഭഗവാൻ നാമജപങ്ങളാലും സംസാര വാരാനിധി. എന്താ സംസാര വാരാനിധി? രത്നാകരമാണോ? ലങ്കയിൽ കിടക്കുന്ന സമുദ്രമാണോ? സംസാര വാരാനിധി, ഈ ദുരിതമാകുന്ന വാരാനിധി, ഈ ലോകത്തിലെ പ്രാരാബ്ധങ്ങളാകുന്ന ഈ ദുരിതാബ്ധിയിൽ നിന്ന് എവിടെ കടക്കണം? വാരാനിധിയെ കടന്ന് എല്ലാവരും കടക്കുന്നത് ഏവരും. അങ്ങനെ ഭക്തന്മാരെല്ലാം ഇത് കടന്നു പോകുന്നു. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാ നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതോ ഒരു ആകുലമുണ്ടാകില്ല ഒരു ജാതിയും എന്ന് പറഞ്ഞു മറഞ്ഞിതെന്ന് അത്യുന്നതനായ സമ്പാദി വിഹായസ. ചിറകൊക്കെ മുളച്ചു വന്നപ്പോൾ ഈ സാഗരത്തെ കടന്നിടുവാൻ ഏതും ഒരു ആകുലമുണ്ടാകയില്ല. നമ്മൾ ഈ ദുരിതാബ്ധിയിൽ അതിന് ഒറ്റൊരു ഉദാഹരണം ഇത്രയും എടുത്തു പറയണ്ടല്ലോ. എൻ്റെ അവസ്ഥ തന്നെ ഓർത്താൽ മതി. ഈ നടുവിനൊക്കെ ഭയങ്കര, കാരണം കെട്ടിൻ്റെ അവിടെ മജ്ജയില്ല. അതുകൊണ്ട് നമ്മൾ നടക്കുമ്പം കാലെടുത്ത് വെച്ച് അടുത്ത കാലം പൊക്കുമ്പോഴത്തേക്കും അസ്ഥി പുറത്ത് ഈ വെളിയിലോട്ട് തള്ളുന്ന ഒരു അസുഖമായിരുന്നു സന്ധിവാദം. ഓരോ കെട്ടുകൾക്കും ഉണ്ടത്. ഞാൻ മറ്റുള്ള ഭാഗത്തൊക്കെ കയ്യിലേക്ക് ഇറുക്കി കെട്ടിയിട്ടാണ് എന്തെങ്കിലും ജോലി ചെയ്യാറുള്ളത്. 30 വയസ്സിൻ്റെ ഉള്ളതാണ്. ഇത്രയും വർഷം ഇതുകൊണ്ട് പോയി. എന്താ കാരണം? ഭഗവാനെ അറിഞ്ഞ് ജീവിക്കൊണ്ട് അതിങ്ങനെ തട്ടിയും മുട്ടിയും പോണ്. പക്ഷെ എന്നേരുതി ഇനി പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് യന്ത്രങ്ങളെല്ലാം എന്താ പറയുക, കേട് കൂടിയല്ലേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് പോകേണ്ട സമയമാകുമ്പം നമ്മൾ ഇങ്ങനെയല്ലേ പോകാൻ പറ്റൂ. അതുകൊണ്ട് നമുക്ക് വിഷമമുണ്ടോ? എന്തിനു വിഷമിക്കണം? നമ്മുടെ കർമ്മവാസനയില്ലേ, നമുക്കിതിൽ കൂടി ആനന്ദം കണ്ടെത്തുക. അതെന്ത് വേണം? ഈശ്വരനെ അറിയുക. അതുകൊണ്ട് ഇവിടെ പറയുന്നു സാഗരം. എന്തൊരു സാഗരം? സംസാര ദുരിതാബ്ധം. അതിൽ നിന്ന് കടന്നിടുവാൻ ഏതുമേ ഒരു ആകുലം ഉണ്ടാകയില്ല ഒരു ജാതി ഭഗവാനെ അറിഞ്ഞാൽ എന്ന് പറന്നു മറഞ്ഞത് അത്യുന്നതനായ സമ്പാദി വിഹായസ. ആകാശത്തേക്ക് പറന്നുപോയി സമ്പാദി, ചിറകൊക്കെ മുളച്ചു വന്നു. സമുദ്ര ലംഘനത്തിന് കവികളുടെ ആലോചന തോന്നിയുണ്ടോ നോക്കട്ടെ. എന്തായാലും വായിച്ചു തീർത്തല്ലേ പറ്റും. അപ്പോൾ സമുദ്രത്തിന് ലംഘനത്തിന് കവിയുടെ ആലോചന, എങ്ങനെ അക്കരെ കടക്കാൻ സമുദ്രം ലംഘിച്ച് പോകാൻ പറ്റും, അങ്ങനെ ആലോചന എടുക്കുക. പിന്നെ കവിവരന്മാർ കൗതുകത്തോട് അന്യോന് ആശു പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രം മഹാനക്രചക്ര ഭയങ്കര ആഗ്രഹം സമുദ്ര ആലോക്യ കവികുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്നവർ എങ്ങും മറുകര കാണാനുമില്ലല്ലോ. ആവതല്ലാത്തത് ചിന്തിച്ച് ഖേദിച്ച് ശാവതിന് എന്തവകാശം കവികളെ. ശക്രതനയ തനുജന അങ്കദൻ മർക്കട നായകന്മാരോട് ചൊല്ലി ഞാൻ, എത്രയും വേഗബലമുള്ള ശൂരന്മാർ, ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും. എന്നാൽ ഇവരിൽ വച്ചിങ്ങു വന്ന് എന്നോട് ഒരുത്തൻ പറയണം, ഞാൻ ഇതിന് ആളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നത് ദൃഢം. അക്കരെ കടക്കാൻ ആർക്കാണ് ധൈര്യവും ബലവും ചാടി അപ്പുറം പോവാൻ? അതുകൊണ്ട് എന്നോട് അങ്കദൻ പറയും, നിങ്ങൾ എല്ലാവർക്കും, എന്നാൽ ഇവരിൽ ഇത്രയും പേരിൽ ഇങ്ങി വന്ന് എന്നോട് ഒരുത്തൻ പറയണം, ഞാൻ ഇതിനാളെന്നവനല്ലോ, എനിക്ക് തയ്യാറാണ് അക്കരെ ചാടാൻ, നമ്മുടെ പ്രാണൻ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവ രാമ സൗമത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നു അവൻ. അങ്കദൻ ഇങ്ങനെ ചെന്നത് കേട്ടവർ തങ്ങളിൽ നോക്കിനാർ ഏവരും. ഒന്നും പറഞ്ഞിൽ ഒരുത്തനും. അങ്കദൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ, ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകം ഉദ്യോഗപൂർവകം നിങ്ങൾ നിരൂപിക്കൂ. ആർക്കാണ് ബലം? ഈ രത്നാകരം, ഈ സമുദ്രത്തിൽ നിന്ന് ചാടി അക്കരെ പോകുന്നതിന് ചാടാം എനിക്ക് 10 യോജന വഴി 10 യോജന ചാടാമെന്ന് ഒരാൾ പറഞ്ഞു. ചാടാം 20 എനിക്ക് വേറൊരു കവി ഒരു കുരവൻ പറഞ്ഞു എനിക്ക് 20 ചാടാം. 30 ചാടാം എനിക്കെന്ന് അവരനായ വേറൊരുത്തൻ കവി എന്ത് പറഞ്ഞു? 30 ഞാൻ ചാടാം. അപ്പടി 40 മറ്റേവന്, അതിനപ്പുറത്ത് 40 എന്ന് വേറൊരുത്തന്. 50, 60, 70 എന്ന് 80 ചാടാം എനിക്കെന്ന് ഒരുവൻ. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ 50, 60, 70, 80 എന്നൊരു ആയി. 90 ചാടുവാൻ ദണ്ഡമില്ല ഏകനും. അർണവമോ 100 യോജന ഉണ്ടല്ലോ, സമുദ്രത്തിന് 100 യോജനയുണ്ട്. എന്നാൽ ഞാൻ 90 ചാടാം. 90 ചാടുവാൻ ദണ്ഡമില്ല
ഏകൻ എന്ന് ഒരുത്തൻ പറയുന്നു ഞാൻ 90 ചാടാം, പക്ഷെ ഇവിടെ 100 യോജനുണ്ട്, പക്ഷെ 10 കൂടെ കിടക്കണം, 90 എനിക്ക് പറ്റൂ. അപ്പോൾ ആ സമുദ്രനാഥായി പോകത്തില്ലയോ, അക്കരെ ചെല്ലത്തില്ലല്ലോ. ഇക്കണ്ട നമ്മിൽ ആർക്കും കടക്കാം അതല്ലി കടൽ മർക്കട വീരരെ, ഈ കടലിൽ ചാടാൻ നമുക്കാകും പറ്റുകയില്ല. മർക്കട വീരരെ നിർണയം മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ചന്നവനായി 3 അടിയായി അളക്കും. ഇത് ഭഗവാൻ ഇവിടെ വാമനവേഷം ധരിച്ച് 3 അടി കൊണ്ട് ലോകം മൊത്തം അളന്നില്ലേ. അതുകൊണ്ട് ഈ ചനനായി 3 അടിയായി അളക്കും. വിധു യൗവനകാലെ പെരുമ്പറയും കൊട്ടി 7 വട്ടം വലത്ത് വെച്ച് ഇടിനേൻ. ഓരോരുത്തർ ചെയ്ത ഗുണങ്ങളാണ്. വാർദ്ധക്യഗ്രസ്തനായേ ഇതാനീം ലവണാബ്ധി കടപ്പാനുമില്ല വേഗം മമ. വാർദ്ധക്യഗ്രസ്തനായേ നിദാനീം ലവണാബ്ധി കടപ്പാനുമില്ല വേഗം മമ. എനിക്ക് അതിനും പിന്നെന്തോ വേഗത ഇല്ല, കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്ക് ചെയ്തേൻ 10 നിമിഷം കൊണ്ട് 10 മാത്രയാ. 21 വട്ടം ഞാൻ ദാനവാരിക്ക് മഹാവിഷ്ണുവിന് പ്രദക്ഷിണം ചെയ്തേൻ. ഓരോ അവതാരങ്ങൾ ചെയ്ത അതിനെപ്പറ്റി പറയുന്നതാണ്. കാലസ്വരൂപന ഈശ്വരൻ തന്നെ ലീലകൾ ഓർത്തോളം അത്ഭുതം എത്രയും ഭഗവാന് അതൊക്കെ സാധിക്കും. ഇപ്പം വാമനൻ 3 അടി കൊണ്ട് അളന്നത് അത് ഭഗവാൻ അവതരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടിവിടെ അതിനൊരു അംശം നമുക്ക് ചിന്തിക്കാം, ഹനുമാൻ എന്തെങ്കിലും പറ്റും. കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലകൾ ഓർത്തോളം അത്ഭുതം എത്രയും ഭഗവാന്റെ ലീലകൾ അങ്ങനെയാണ്. ഇത്തം പദാത്മജൻ ചൊന്നത് കേട്ടതിന് ഉത്തരം വൃത്രാരിപൗത്രൻ ചൊല്ലിനാൻ. വൃത്രാരിപൗത്രൻ എന്ന് അതായത് അംഗദൻ അത് കേട്ടിട്ട് പറയുന്നു, അങ്ങോട്ട് ചാടാം എനിക്കെന്ന് നിർണയം. അങ്ങോട്ട് ഞാൻ ചാടാം, അംഗദൻ പറഞ്ഞു. ഇങ്ങോട്ട് പോരുവാൻ ദണ്ഡമുണ്ടാകില്ല, പക്ഷെ ഇങ്ങോട്ട് തിരിച്ച് ചാടാൻ എനിക്ക് പാടുപെടും, അങ്ങോട്ടെങ്കിലും ചാടാം. സാമർഥ്യമില്ല മറ്റാർക്കും, എന്നാകിലും സാമർഥ്യമുണ്ട് ഭവാൻ ഇതിനെങ്കിലും. ആർക്കും സാമർഥ്യം ഇല്ലെങ്കിലും സാമർഥ്യം ഭവാൻ ഉണ്ടെന്ന് മനസ്സിലായി. എനിക്കൊന്ന് ഇത് വാദാത്മൻ്റെ കാര്യമാണ് പറയുന്നതെന്ന്. ഹനുമാൻ പറ്റുമായിരിക്കുന്നു. അത് അംഗദന് അങ്ങോട്ട് തന്നെ എങ്കിലും ചാടാം, പക്ഷെ തിരിച്ചിങ്ങോട്ട് ചാടണ്ടേ, ഇനി തിരിച്ച് വരണ്ടേ, അത് പറ്റുമെന്ന് തോന്നുന്നു. ദണ്ഡമുണ്ട്, സാമർഥ്യം ഇല്ല ആർക്കും പറ്റത്തില്ല, എങ്കിലും സാമർഥ്യമുണ്ട് ഭവാൻ ഇതിനെങ്കിലും. ഭൃത്യജനങ്ങൾ അയക്കയിൽ എന്നുമേ ഭൃത്യരിൽ ഏകനുണ്ടാം അന്നതേ വരൂ. ആർക്കുമേ ഇല്ല സാമർഥ്യം, അനശനം ദീക്ഷിച്ചു തന്നെ മരിക്കുന്നല്ലോ ഭയം. എന്നുവെച്ചാൽ ഇതിന് ആർക്കും സാമർഥ്യം ഇല്ലെങ്കിൽ നമുക്ക് മരിക്കാനേ തിരിച്ച് ചെല്ലണ്ടേ, സീത ഇല്ലാതെ എങ്ങനെ ചെല്ലും? അപ്പം മരിക്കാനേ വകയുള്ളൂ. താരേയ നിയമം, ഇതാരാ പറയുന്നത്? അംഗദൻ. താരേയ നിയമം പറഞ്ഞോർ അനന്തരം സാരസ സംഭവ നന്ദനം ചൊല്ലുന്നുണ്ട്. സാരസ സംഭവ നന്ദനം ചൊല്ലുന്നത്. സാരസ സംഭവ നന്ദൻ ആരാ? ജംബു അതിൻ്റെ പേര് ജംബുവാൻ, മറന്നുപോയി. ജാമ്പു ഏതാണ്ട് പേരുണ്ട്, ജംബൂകോ ഏതാ ഒരാളുണ്ടല്ലോ, നമ്മളെ സത്യഭാമയുടെയോ നമ്മൾ എന്തോ ജംബൂക എന്നാണ്ട പേര്, ഞാൻ മറന്നുപോയി. ആ പേരങ്ങ് ജംബു എന്ന് വരും. അപ്പോൾ അതാണ് തോന്നുന്നത്, അത് ഇദ്ദേഹത്തിൻ്റെ മകനാ, സാരസംഭവൻ്റെ ബ്രഹ്മാവിൻ്റെ മകനാ. സാരസ സംഭവം നന്ദനൻ ചൊല്ലിനാൽ എന്തോ ജഗൽപ്രാണ നന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് ഏതും പറയാതെ കണ്ഠനായി തന്നെ ഇരുന്ന് കളയാതെയോ ദുഃഖപ്പെട്ടിരിക്കുന്നത് എന്താ? കണ്ടീല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവബീജമല്ലോ ഭവാൻ. പിന്നെ വാദാത്മജനാകയും ഉണ്ടവൻ, വാദാത്മജൻ അത് ഹനുമാൻ. പിന്നെ വാദാത്മജനാകയും ഉണ്ട് അവൻ തന്നോട് തുല്യ. അപ്പം അദ്ദേഹത്തിനും ബലമുണ്ട്. ജാമ്പവാൻ അതാ, ജംബുക അല്ല ജാമ്പവാൻ. പേരൊക്കെ അങ്ങ് മറന്നു പോണു മക്കളെ. അപ്പം ജാമ്പവാനും ബലം ഹനുമാനെ പോലുള്ള ശക്തിയൊക്കെ ഉണ്ട്, എങ്കിലും വാദാത്മനാകെ ഉണ്ടവൻ തന്നോട് തുല്യൻ. ബലം വേഗം ഓർക്കില്ലോ, അദ്ദേഹത്തിന് ഒത്തിരി കഴിവുണ്ട്. കേസരിയെ കൊന്ന് താപം കളഞ്ഞൊരു കേസരിയെ ആകിയ വാനരനാഥന്, അതായത് കേസരി സിംഹത്തിന് ജാമ്പവാനാണല്ലോ കേസരിയെ കൊന്നത് ഇല്ലേ? ഏതൊരു മണി, അതും മറന്നുപോയല്ലോ. നല്ലൊരു തിളങ്ങുന്ന കഴുത്തി കെട്ടിക്കൊണ്ട് പോയല്ലോ, അതല്ലേ സിംഹം കൊണ്ടുപോയി തിന്നാൻ തീറ്റിയാണെന്ന് പറഞ്ഞ് പിന്നെ അതിനെ പിന്നെ ജാമ്പവാൻ കൊണ്ടുപോയി കൊച്ചിനെ കളിക്കാൻ കൊടുത്ത് ആ മണിയുടെ പേര് മറന്നുപോയല്ലോ, എല്ലാം അങ്ങ് മറന്നു പോണ്. കേസരിയെ കൊന്ന് താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥന് പുത്രനായ അഞ്ജന പെറ്റുളവായൊരു സത്വഗുണ പ്രധാനൻ ഭവാൻ. കേവലം അഞ്ജനാഗർഭച്യുതനായ അവനിയിൽ അഞ്ജസാജാതനായി വീണ നേരം ഭവാൻ.
500 യോജന മേൽപോട്ട് ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നതും മാനസേ. അതായത് മുകളിലോട്ട് പോയി 500 യോജന മേൽപോട്ട് ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നതും മാനസേ. ചണ്ട കിരണൻ ഉദിച്ചു പൊങ്ങുന്നേരം ആദ്യത്തെ ഭഗവാൻ ഉദിച്ചു പൊങ്ങിയപ്പോൾ മണ്ഡലം തന്നെ തുളുതുതേ കണ്ടു നീ പക്വമെന്നോർത്ത് പഴമെന്ന് ഭക്ഷിക്കുന്ന പഴമാണെന്ന് കരുതി സൂര്യനെ കണ്ടപ്പോൾ മണ്ഡലം മണ്ഡലം തന്നെ തുടുതുടെ കണ്ടു നീ പഴമെന്നോർത്ത് ഭക്ഷിപ്പാൻ അടുക്കയാൽ ശക്കരനുടെ വജ്രമേറ്റ് പതിച്ചതും മുകളിലോട്ട് പോയി ഭഗവാൻ സൂര്യഭഗവാനെ കണ്ടപ്പോൾ പഴമാണെന്ന് കരുതി പക്വമാണെന്ന് കരുതി കഴിക്കാമെന്ന് കരുതി പോയപ്പം ശക്രൻ്റെ വജ്രമേറ്റ്, അതായത് ദേവേന്ദ്രൻ്റെ വജ്രമേറ്റ് പതിച്ച് താഴേക്ക് പോയി. ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളം. അപ്പോൾ ത്രിമൂർത്തികൾ 33 കോടി വാനവർ തന്നോടും ഉൽപ്പല സംഭവപുത്ര വർഗത്തോടും അങ്ങനെ വിഷമിച്ച് ഇദ്ദേഹത്തിനെ ത്രിമൂർത്തികൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ പാതാളത്തിലേക്ക് കൊണ്ടുപോയി. 33 കോടി വാനവർ തന്നോടും ഉൽപ്പല സംഭവപുത്ര വർഗത്തോടും പ്രത്യക്ഷരായി വന്ന് അനുഗ്രഹിച്ചു കഴിഞ്ഞാർ. മൃത്യുവരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതി എന്ന് കൽപ്പിച്ചതിന് ഇളക്കം വരാന്നുണ്ടായി. അതായത് ഹനുമാനെ എടുത്തുകൊണ്ട് പോയി കൽപ്പാന്തകാലം പ്രളയം വന്നാലും മരണമില്ല ഹനുമാന്. അങ്ങനെ പ്രത്യക്ഷ വന്ന് അനുഗ്രഹിച്ചതിന് മൃത്യു വരാ, ഒരിക്കലും മരിക്കാതിരിക്കാൻ. ലോകനാശം വരുമ്പോഴും പ്രളയം വന്നാലും മരണമില്ല. കൽപ്പാന്തകാലത്തുമില്ല മൃതി എന്ന്, ഈ ലോകം പ്രളയം വന്നാലും മരണമില്ല. കൽപ്പിച്ചത് ഇന്ന് ഇളക്കം വരാതാണ്. അതുകൊണ്ട് ആ ഒരു കൽപ്പിച്ചതിന് ഒരു ഇളക്കവും വരത്തില്ല. ത്രിമൂർത്തികളൊക്കെ അല്ലേ കൊണ്ട് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് ഹനുമാൻ ഇനി എവിടെ ചാടിയാലും ഏത് തീയിൽ വീണാലും ഏത് സമുദ്രത്തിൽ വീണാലും അദ്ദേഹത്തിന് മരണമില്ല, ചിരഞ്ജീവിയാണ് ഈ ഹനുമാൻ. അതുകൊണ്ട് കൽപ്പിച്ചതിന് ഇളക്കം വരാ, അങ്ങനെ പറഞ്ഞ് കൽപ്പിച്ചതിന് അതൊരു സംഭവം ഇനി തിരിച്ചു വരത്തില്ല, ചിരഞ്ജീവി തന്നെയാണ്. ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാൻ നാംന പേര് ഹനുമാനുവനെന്നും സാധനം. അപ്പോൾ അങ്ങനെ ആംനായ സാരാർത്ഥ മൂർത്തികൾ, ഈ ത്രിമൂർത്തികൾ ചൊല്ലിയ വാക്ക് ഹനുമാൻ നാമം, ഹനുമാൻ ഇവനെന്ന് സാധനം. അതാ ആ നാമം ഈ ഹനുമാനാണ്. വജ്രം ഹനുവിങ്കൽ ഏറ്റു മുറികയാൽ ആ ചരിത്രങ്ങൾ മറന്നതോ മാനസേ നിൻ കയ്യിൽ. അതായത് ഈ എന്താ പറയുക, മുകളിലോട്ട് ഭക്ഷിക്കാൻ പഴമാണെന്ന് പക്വം കാണുന്ന കരുതി പോയപ്പം വജ്രായുധം കൊണ്ട് ഇദ്ദേഹം വെട്ടി താഴെ കിട്ടല്ലോ ഈ ദേവേന്ദ്രൻ. പക്ഷേ മരിക്കത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. വജ്രം ഹനുവിങ്കിൽ ഏറ്റു മുറികയാൽ ആ ചരിത്രങ്ങൾ മറന്നതോ മാനസ, ഈ ചിരഞ്ജീവിയായിട്ട് കഴിയണമെന്ന് പറഞ്ഞ് മറന്നു പോയോ? അതുകൊണ്ട് ഹനുമാന് മരണമില്ല. പിന്നെ ദേവേന്ദ്രൻ്റെ വജ്രായുധം കൊണ്ട് മുകളിലിട്ട് പോയ ഹനുമാനെ വെട്ടി താഴെ കിട്ടിട്ടും മരിച്ചില്ല. എന്താ കാരണം? ത്രിമൂർത്തികളുടെ വരം, ഒരിക്കലും മരണമില്ല. പ്രളയാന്തത്തിൽ പോലും ആരെല്ലാം ഈ ഭൂമിയിൽ നിന്ന് എല്ലാം നശിക്കും, പക്ഷെ ഹനുമാൻ മാത്രം ചിരഞ്ജീവിയാണ്, മരണമില്ല. അത് താങ്കൾ മറന്നുപോയോ? നിൻ കയ്യിലല്ലയോ തന്നത് രാഘവൻ അങ്കുലീയം, അത് എന്തിനും നോർക്ക നീ. അങ്ങനെയുള്ള നിന്റെ കയ്യിലല്ലേ ശ്രീരാമൻ വിശ്വസ്തതയായിട്ട് അങ്കുലീയം തന്നത്. സീതയുടെ എന്താ പറയുക, ഒരു ഭഗവാൻ കൊടുത്തുവിട്ട ഒരു മോതിരമല്ലേ, നാമം പേരെഴുതിയ ശ്രീരാമൻ്റെ പേരെഴുതിയ അങ്കുലീയം. എന്താണ് ഹനുമാനെ തന്നെ കൊടുക്കുക? എവിടെ പോയാലും ഹനുമാൻ ജീവിക്കും, മരിക്കത്തില്ല. മറ്റു കുരങ്ങന്മാർ കൊടുത്താൽ അവരൊക്കെ ആരും വെട്ടിക്കൊന്നാൽ അവർ മരിച്ചു പോകും. പക്ഷെ ഇദ്ദേഹത്തിന് ആരെന്ത് ചെയ്താലും മരണമില്ല ഹനുമാൻ. അതുകൊണ്ട് ഭഗവാൻ മഹാവിഷ്ണുവായ നാരായണനാണല്ലോ ശ്രീരാമൻ അറിയാം ഹനുമാൻ ആരാണെന്ന്. അതുകൊണ്ട് നിൻ കയ്യിലല്ലയോ തന്നത് രാഘവൻ അങ്കുലിയം, അത് എന്തിനെന്ന് ഓർക്ക നീ. ബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതിന് ഈ പ്രപഞ്ചത്തെങ്കിൽ ആർക്കും ആമല്ലടോ ഇദ്ദേഹത്തിൻ്റെ ഈ ഹനുമാൻ്റെ ബലവീര്യവേഗങ്ങൾ. പക്ഷെ ഹനുമാൻ ഇത് അറിയില്ല. ഇവരിങ്ങനെ പൊങ്ങി പറയുമ്പോഴാണ് ഹനുമാൻ ഓർക്കുന്നത്. ഹനുമാൻ ചാടാനും എവിടെ പോകാനും നല്ല കരുത്തുണ്ടെന്ന് ഓർമ്മിപ്പിച്ച് കൊടുക്കുക ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹനുമാൻ സാധാരണ ഒരു പാവം വിനയത്തോടുകൂടിയ ഒരു പരമസാധു ഭക്തനാണ്. പക്ഷെ അദ്ദേഹത്തിനെ ഇത് ഓർമ്മിപ്പിച്ച് കൊടുത്തെങ്കിലേ അത് അറിയുള്ളൂ. ഇവിടെ ബല വീര്യവേഗങ്ങൾ, താങ്കളുടെ ഈ വീര്യങ്ങളും ഇതെല്ലാം ബലങ്ങളും വർണ്ണിപ്പതിന് ഈ പ്രപഞ്ചത്തിൽ ആർക്കും ആമല്ലടോ, ആർക്കും പറ്റുന്നതല്ലടോ. യുദ്ധം വിധിസുതൻ, ഇത് ആരാ പറഞ്ഞെടുക്കുന്നത്? ജാമ്പവാൻ. ജംബൂകം എന്ന് പറയുന്നത് ജാമ്പവാൻ എന്നാണ് അയാളുടെ പേര്. ജാമ്പവതിയാണ് ഈ മിനുങ്ങുന്ന മണിയും കൂടെ, അത് മണിയുടെ പേരങ്ങ് പറഞ്ഞു. ആ മണി കട്ടുകൊണ്ട് പോയെന്ന്, കൃഷ്ണൻ കട്ടുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ തിരക്കി പോയപ്പം ആ മണി കിട്ടി. മണിക്കൊരു പേരുണ്ട്. അതങ്ങ് എല്ലാം ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് മറവിയാണ്. അതുകൊണ്ട് യുദ്ധം വിധിസുതൻ ചൊന്ന നേരം
വിധി വെച്ചാൽ വിധി ആരാ? ബ്രഹ്മാവ്. ബ്രഹ്മാവിൻ്റെ മകൻ സുതനാണ് ജാമ്പവാൻ. അതുകൊണ്ട് ഈ വിധിസുതൻ ചൊന്ന നേരം വായുപുത്രന് ഉത്ഥായ സത്രം പ്രീതനായി. ഇത് കേട്ടോ വായുപുത്രനാരാ? ഹനുമാൻ. സന്തോഷമായി. കാരണം ഇത് ഇദ്ദേഹത്തിന് അറിയില്ല, അടക്കുക മറന്നിരിക്കുക. ഈ ഹനുമാൻ ഇത് അറിയില്ല. അതാണ് ഭക്തന്മാർക്ക് വലിപ്പമില്ല, എപ്പോഴും എളിമയാണ്. ഒന്നിനും അങ്ങനെയാ. അഹം അത്രമാത്രം ഞാനെന്നുള്ള ഒരു ഭാവം ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വലിപ്പ ചെറുപ്പമൊന്നും അദ്ദേഹത്തിന് അറിയാൻ വയ്യ. ജാമ്പവാൻ പറയുമ്പം ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നു. ഇത്തം വിധിസുതൻ, അതായത് ജാമ്പവാൻ ചൊന്ന നേരം വായുപുത്രൻ, അതായത് ഹനുമാൻ ഉത്ഥായ എഴുന്നേറ്റ് സത്രം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാർ ഒന്നവൻ. എന്താ പറയുക, ബ്രഹ്മാണ്ടം മൊത്തം അതുവരെ അനങ്ങാതിരിക്കുന്ന ഞാനൊന്നും ആളല്ല, എനിക്കൊന്നുമില്ല, ഞാൻ വെറും പാവം, വെറും എനിക്കൊന്നിനും അങ്ങനൊരു മനോഭാവമാണ് അതിന്. അങ്ങനെയുള്ള മനോഭാവമുള്ള ഉള്ളിലേ ആര് വരത്തുള്ളൂ? പരമാത്മാവ് വസിക്കത്തുള്ളൂ. എളുമ ആരാണ്ടൊക്കെ പറഞ്ഞു കൊടുത്തപ്പം ഹനുമാൻ ഓർമ്മ വന്നു. അതാണ് പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റ് സത്രം പ്രീതനായി ബ്രഹ്മാണ്ടം ആശു കുലുങ്ങുമാർ ഒന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്താലും. എന്താ പറഞ്ഞത്? സിംഹത്തിന് നാദം പോലെ അങ്ങോട്ട് തുടങ്ങി. വാമനമൂർത്തിയെ പോലെ വളർന്നവൻ. അത്രമാത്രം വാമനമൂർത്തി ആരാണ്? ത്രിലോകങ്ങൾ അളന്ന വാമനൻ, പരമാത്മാവായ നാരായണൻ വാമനനായിട്ട് മഹാബലിന് 3 അടി മണ്ണ് യാചിക്കാൻ അങ്ങനെ എത്രത്തോളം വളർന്നെങ്കിലേ 2 അടി കൊണ്ട് 3 ലോകം അളന്നില്ലേ? അത്രത്തോളം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്ത വന്ന് അതുവരെ ഉറങ്ങി ഇങ്ങനെ എല്ലാവരിലേക്കാളും താഴ്ന്ന ആളായിട്ടിരിക്കും. ഓർമ്മപ്പെടുത്തി ജാമ്പവാൻ. അപ്പോഴത്തെ ഇദ്ദേഹം വാമനമൂർത്തിയെക്കാളും വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമി ധരാകാരനായി നിന്ന് ചൊല്ലിനാൻ. ഭൂമി ധരാകാരനായി, ഭൂമിക്ക് എത്രമാത്രം അത്ര ആകാരമായി പർവ്വതരൂപയെ പോലെ, ഒരു പർവ്വതത്തെ പോലെ ആയി നിന്നിട്ട് പറയുന്നു, ലംഘനം ചെയ്ത് സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോട് ഒടുക്കി ഞാൻ ദേവിയെയും കൊണ്ട് പോരും അവനെന്നുമേ അല്ലാകിലോ ദശകണ്ഠനെ ബന്ധിച്ച് മെല്ലവേ വലത്തെ കയ്യിലെടുത്തുടൻ കൂടത്രയത്തോട് ലങ്കാപുരത്തെയും കൂടെ ഇടത്തെ കയ്യിലാണ് വാമം. അപ്പം എങ്ങനെയാ പറയുന്നത്? സിംഹനാഥം പോലെയാണ് പറയുന്നത്. ഇല്ല, ഇങ്ങനെ കഴിവുണ്ടെന്ന് ഓർമ്മപ്പെടുത്തി കൊടുത്തപ്പോൾ ജാമ്പ പർവ്വത്തെ പോലെ വളർന്ന് സിംഹനാഥം പോലെ പറയാണ്. ലംഘനം ചെയ്ത് സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കിയല്ലോ ക്ഷണാൽ രാവണനെ കുലത്തോട് ഒടുക്കി എല്ലാവരെയും നശിപ്പിച്ചിട്ട്, അവിടെ ഒന്നിനെ പോലും വെക്കാതെ നശിപ്പിച്ചിട്ട് ദേവിയെയും കൊണ്ട് പോരും അവനെന്നുമേ. അപ്പം ഈ സീതയും കൊണ്ട് വരും. അല്ലാകിലോ അതല്ലെങ്കിൽ ദശകണ്ഠനെ ബന്ധിച്ച് മെല്ലവേ വാമകരത്തിലിടും, ഇടത്തെ കയ്യിലെടുത്ത് കൂടത്രയത്തോട് ലങ്കാപുരത്തെയും കൂടെ വലത്ത്. അപ്പം ആ കൂടത്രയവും ലങ്കാപുരവും എല്ലാം കൂടെ ആ പർവ്വതത്തോടെ എടുത്ത് വലത്ത് കരത്തിലാക്കിക്കൊണ്ട് രാമാന്തികയെ വെച്ച് കൈ തൊഴുതിടുവൻ. രാമാങ്കുലിയം എൻ കയ്യിലുണ്ടാകയാൽ. ഭഗവാന്റെ ശക്തി ഹനുമാന്റെ കയ്യിലിരിപ്പുണ്ട്, മോതിരം. ഭഗവാന്റെ രാമാങ്കുലം എൻ കയ്യിലുണ്ടാകയാൽ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും. അവനെയും അവൻ്റെ കുലത്തോടെയും നശിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ അവൻ്റെ കൂടത്രയത്തോടും ലങ്കാപുരയും എന്നെ വലത്ത് കരത്തിലാക്കും. പിന്നെ ഇടത്ത കയ്യിൽ ആരെയാക്കും? ദേവിയെയും ദശകണ്ഠനെയും ബന്ധിച്ച് മെല്ലെ ഇടത്തെ കയ്യിലുമാക്കും. ഇടത്തെ കയ്യിൽ അവനെയാക്കും. അവൻ്റെ ലങ്കാവരി മൊത്തം എടുത്ത് വലത്തെ കയ്യിലും ആക്കിയിട്ട് ഭഗവാന്റെ അന്തികത്തിൽ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ വയ്ക്കും. വച്ച് കൈ തൊഴിലിടുവൻ. രാമാങ്കുലയം എൻ കയ്യിലുണ്ടാകയാൽ ഭഗവാന്റെ അങ്കുലയം എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് മാരുതി വാക്ക് കേട്ടൊരു വിധിസുതൻ ആരുടെ കൗതുകം ചൊല്ലിനാൻ. പിന്നെ അപ്പം വിധിസുതനാരാ? ജാമ്പവാൻ ആരുടെ കൗതുകം. ഇത് ഇപ്പം ഞാനെങ്ങനെ കൗതുകം അതുപോലെ എന്തായിരിക്കും ശീലം. ഞാനൊന്നും വായിച്ച് നോക്കിയിട്ടില്ല മക്കളെ, ഇപ്പോഴാണ് ഇത് വായിക്കുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് നേരത്തെ ഒന്നും ഞാൻ വായിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല. ഇപ്പം ദൈവം ഉള്ളിൽ നിന്ന് മനസ്സിലാക്കി തരുന്നതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. എനിക്ക് അല്ലാതെ വായിച്ചാൽ ഒന്നും മനസ്സിലാവത്തില്ല. അത് വെച്ച് നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊന്നും എൻ്റെ കഴിവേ അല്ല, ഭഗവാൻ എങ്ങനെയോ ഓർമ്മപ്പെട്ട് തരുന്നതാണ്. അല്ല, ഞാൻ വായിക്കും, അക്ഷരങ്ങൾ പറഞ്ഞ് വായിക്കും, ഒന്നും തലയിൽ കയറും. നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും. അപ്പോൾ ആരുടെ കൗതുകം ചൊല്ലാൻ പിന്നെയും എന്താ പറയുക? ദേവിയെ കണ്ട് വിരവിൽ വരിക നീ രാവണനോട് എതിർത്തിടുവാൻ പിന്നെയാം. അതുകൊണ്ട് ഇവർ പറഞ്ഞു, ഇപ്പം നീ പോയി കണ്ടിട്ട് വന്നാൽ മതി, ഇപ്പം ഒന്നും ചെയ്യണ്ട. ദേവിയെ കണ്ട് പെട്ടതിനെ വരിക. നീ രാവണനോട് എതിർത്തിടുവാൻ പിന്നെയാം. നിഗ്രഹിച്ചിടും ദശാസനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ. ദശാസനെ ഭഗവാൻ രാഘവൻ ശ്രീരാമൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ. ഭഗവാൻ വന്നില്ലല്ലോ. വിവരം അവളെ സീതയെ കണ്ടിട്ട് ഈ വിവരം എന്ന് ഭഗവാനോട് പറയുമ്പോൾ ഭഗവാൻ വരുമ്പോൾ അപ്പോൾ നമുക്ക് വീരസ്യം കാട്ടാം. ഇപ്പം നമുക്ക് സമാധാനത്തിൽ കണ്ടിട്ട് പോയി പറയാം, ഭഗവാനോട് പറയാം.
അപ്പം വിക്രമം കാട്ടുവാൻ അന്നേരമാമല ഭഗവാൻ വരുമ്പോൾ നമുക്ക് ഈ അതിക്രമം കാട്ടാം. പുഷ്കരമാർഗണ പോകും നിനക്കൊരു വിഘ്നം വരായ കല്യാണം ഭവിക്കതേ. ഈ പുഷ്കരമാർഗണ ഈ സമുദ്രമാർഗണ പോകും നിനക്ക്. അപ്പോൾ സമുദ്രം കടന്നു വേണ്ടേ പോകാൻ, അതുകൊണ്ട് വിഘ്നം അതിന് വന്നൂടല്ലോ. അതിന് കല്യാണം ഭവിക്കതേ. ആര് പറയുന്നു മംഗളം ഭവിക്കുന്നത്? ഈ ജാമ്പവാൻ പറയുന്നു. കാരണം വിഷമമല്ലേ, സമുദ്രം കടന്നു പോകണ്ടേ. അപ്പോൾ ഒരു തടസ്സവും വന്നുകൂടാന്ന് നമ്മൾ ഒരു വഴിക്ക് നമ്മുടെ മക്കളോ ആരെങ്കിലും പോകുമ്പോൾ ദൈവമേ നന്മ കൊടുക്കണേ, പോകുന്നവർക്ക് ഒരു ദുഃഖം വരുത്തരുതേ എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇദ്ദേഹം പറഞ്ഞു ഒരു വിഘ്നവും വരല്ലേ, കല്യാണം ഭവിക്കണമേ, അതായത് മംഗളമാകണമേ. മാരുതദേവനും ഉണ്ട് അരികെ തവ ശ്രീരാമ കാര്യാർത്ഥമായല്ലോ പോകുന്നു. കാരണം മാരുതദേവനും ഉണ്ട് അരികെ. മാരുതൻ കാറ്റ്, അങ്ങനെ വായുദേവനുണ്ടല്ലോ, വായുവിൻ്റെ പുത്രനുമാണല്ലോ ഈ ഹനുമാൻ. അപ്പോൾ വായുദേവൻ കൂടെ വേണം. മാരുതൻ്റെ പുത്രനാമം പിതാവായ പിന്നെ വായുദേവൻ കൂടെ ഉണ്ടാവും. തവ അങ്ങേക്ക് ശ്രീരാമ കാര്യാർത്ഥമാണല്ലോ പോകുന്നു, ഭഗവാന്റെ കാര്യത്തിന് വേണ്ടിയില്ലേ പോകുന്നത്. അതുകൊണ്ട് ഹനുമാനെ രക്ഷിക്കാൻ മാരുതദേവനും കൂടെ ഉണ്ടല്ലോ. ആശീർവചനവും ചെയ്ത് കപികുലം ആശു പോകുന്ന വിധിച്ചോരനന്തരം. അങ്ങനെ ആശീർവചനമൊക്കെ കൊടുത്ത് കപികുലങ്ങളെല്ലാം കൂടെ ചേർന്ന് ഭക്തിപൂർവ്വം വഴി അവിടേക്ക് വിട്ടു. അനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൽ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ. അദ്ദേഹം വേഗേന പോയി അവിടെ ചെന്ന് മഹേന്ദ്രത്തിൽ മുകളിലേറി നാഗാരിയെപ്പോലെ നിന്ന് വിളങ്ങിനാൻ. എന്താ നാഗാരി? പിന്നെ നാഗം, നാഗമല്ല, അത് ദേവലോകമാണ്. നാഗം സർപ്പം, പാമ്പ്. അപ്പം പാമ്പിൻ്റെ അരി, നാഗ അരി ആരാ? ഗരുഡൻ. ഗരുഡനെ പോലെ നിന്ന് വിളങ്ങുന്നത്. എന്താണ് അങ്ങനെ വിളങ്ങുന്നത് കാരണം? ഭഗവാന്റെ മഹാവിഷ്ണു നാരായണന്റെ വാഹനമല്ലേ ഗരുഡൻ. അപ്പോൾ ആ ഗരുഡൻ എങ്ങനെ വിളങ്ങുന്ന? ഭഗവാൻ ഗരുഡൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ അതുപോലെ വേഗേന പോയി മഹേന്ദ്രത്തിന് മുകളേറി നാഗാരിയെ പോലെ നിന്ന് വിളങ്ങിനാൻ. ഇത്തം പറഞ്ഞറിയിച്ച് തത്തയും ബദ്ധമതത്തോടെ ഇരുന്ന് ഇക്കാലമേ. ഇത്യധ്യാത്മ രാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാന്ഡം സമാപ്തം. ഇത് ഉമേശ്വര ഭഗവാൻ പരമേശ്വരൻ ഉമാദേവിക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. നമ്മളിവിടെയും നമ്മൾ അവരുടെ നമ്മളും പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹരിവും ഹരിവും ഹരിവും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒടുക്കൊടുക്കം വരുമ്പോൾ എനിക്ക് സമയം പോകുമ്പം പെട്ടെന്നൊരു മനസ്സിനൊരു ഇത് വരും, സമയം പോകുന്നല്ലോ, അപ്പോഴാണ് ഒട്ടും തിരിയാതെ വരുന്നത്. അല്ലെങ്കിൽ സമയം പോകുന്നില്ല എന്ന് കാണുവാണെങ്കിൽ ഇത്രയൊക്കെ പറയാൻ പറ്റും. സമയം അങ്ങ് പൊക്കോണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വെപ്രാളമാണ്, അപ്പോഴാണ് ഒട്ടും തിരിഞ്ഞു വരാത്തത്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കമൻസ് ചെയ്യണം. എല്ലാവർക്കും സന്തോഷമാണെന്ന് അറിയണം. എനിക്കും അറിയാത്ത കാര്യങ്ങൾ ഭഗവാൻ ഇത്രയൊക്കെ പറഞ്ഞു തരുന്നതാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. എനിക്കിതിൻ്റെ യാതൊന്നും അറിയില്ല. ഇപ്പോഴാണ് ഞാനും കൗതുകം കൊള്ളുന്നത് കേട്ടിട്ട്. എല്ലാവർക്കും ഹരിവും ഹരിവും ഹരിവും.